ഓരോ വിധങ്ങളെയും ഓർത്ത് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രക്ഷയുടെ പാനപാത്രമെടുത്ത് സഭയിൽ കർത്താവിനെ വാഴ്ത്തും. പ്രൈസ് ഗോഡ്. അതെ, ഇന്ന് രക്ഷയുടെ പാനപാത്രമെടുത്ത് സഭയിൽ കർത്താവിനെ വാഴ്ത്തി ആരാധിപ്പാൻ നമ്മളെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ആ ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് പ്രൈസ് ഉള്ള ജീവൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ ആരംഭിക്കുകയാണ്. 31-ാം തീയതി നമ്മൾ ദൈവം ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്ത് ദൈവത്തെ ആരാധിച്ച് പുതിയ തീരുമാനങ്ങളോടുകൂടി 2015 പ്രവേശിക്കുവാനുള്ള ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, സമയം ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകല് ഈ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഈ 118-ാം സങ്കീർത്തനം ദൈവത്തിന് സ്തോത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിലെ 1-2 കാര്യങ്ങൾ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പ്രത്യേകം മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ഇടയാകണം. പ്രൈസ് ഗോഡ്. ഇന്ന് കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രൈസ് ഗോഡ് പാസ്റ്റർ M.I. ഈപ്പൻ അവറുകൾ നമ്മുടെ മധ്യം ഉള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ഈ വർഷത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ ദൈവം തന്നെ ഇവിടെ അയച്ചിരിക്കുന്നത് നമുക്ക് പിന്നെയും ദൈവത്തിൻ്റെ ആലോചനകൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവം തൻ്റെ ദാസനിൽ കൂടെ തരുവാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുകയാണ്. നമ്മുടെ M.I. ജോർജ് ചായൻ കർത്താവിൻ്റെ ദാസൻ്റെ ബ്രദറാണ്, മൂത്ത ബ്രദറാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയും നമുക്ക് കർത്താവിൻ്റെ ദാസനുമായിട്ട് വളരെ അടുപ്പമുണ്ട്. കാരണം മാത്രമല്ല, ഫെയ്ത്ത് സിറ്റി സഭയെക്കുറിച്ച് വളരെ സ്നേഹത്തോടെ കരുതുന്ന ഈ ദൈവദാസനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് 118-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ആരംഭിക്കുന്ന 3 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അഹരോൻ ഗൃഹം പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തർ പറയട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തുടക്കത്തിലെ സങ്കീർത്തനക്കാരൻ ദൈവത്തെ സ്തുതിക്ക്, അവന് സ്തോത്രം ചെയ്യ് 3 കാറ്റഗറി ആളുകളോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തെ സ്തുതിക്ക്, അവന് സ്തോത്രം ചെയ്ത് അവനെ ആരാധിക്ക്. 1 ഇസ്രായേൽ, ദൈവത്തിന് സ്തോത്രം. 2 അഹരോൻ ഗൃഹം, പ്രൈസ് ഗോഡ്. 3 യഹോവ ഭക്തർ. 3 കൂട്ടരോട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കാരണം അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ഗോഡ്. അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയേ, 29-ാം വാക്യം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. തുടങ്ങിയത് അതുപോലെ തന്നെയാണ് ഇത് അവസാനിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ 28-ാം വാക്യം ഇല്ലായിരുന്നെങ്കിൽ ഈ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരർത്ഥവുമില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. 28-ാം വാക്യം നോക്കിയേ. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാട്ടുകാരോട് മുഴുവൻ ആരാധിക്കാൻ പറഞ്ഞിട്ട്, ഇസ്രായേൽ മക്കളോട് പറഞ്ഞിട്ട്, അഹരോൻ ഗൃഹത്തോട് പറഞ്ഞിട്ട്, സകല ഭക്തന്മാരോടും പറഞ്ഞിട്ട്, ഞാൻ ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ ഈ ദൈവത്തിന്റെ നാമത്തെ പുകഴ്ത്തുന്നില്ലെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരർത്ഥവുമില്ല. പ്രൈസ് ഗോഡ്. ആദ്യം നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ ആരംഭിക്കണം. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ആരംഭിക്കണം. നമ്മൾ ദൈവത്തിന്റെ നാമത്തിൽ പുകഴുവാൻ ആരംഭിക്കണം. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരോട് പറയണം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എളുപ്പമല്ല പറയാൻ, മറ്റുള്ളവരോട് പറയാൻ എളുപ്പമാ. പക്ഷെ നമുക്ക് തന്നെ ഈ ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാൻ എളുപ്പമല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്തൊക്കെയാണ്? പ്രൈസ് ഗോഡ്. ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ ഈ 2 ആഴ്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. ഞാൻ ഈ ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്തൊക്കെയാണ്?
അനുകൂലമായി നിൽക്കുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ഈ ദൈവത്തെ ആരാധിക്കുന്നതിന് എനിക്ക് തടസ്സം എന്തൊക്കെയാണ്, അനുകൂലം എന്തൊക്കെയാണ്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പലരും പറയും ഈ ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള തടസ്സം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സാഹചര്യങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, പ്രതികൂലങ്ങളാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ആമേൻ, മിസ്രയീമിനെ വിടുവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത്, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ഫറവോൻ പറഞ്ഞു, ഞാൻ വിട്ടയക്കത്തില്ല. ഒടുവിൽ വിട്ടയച്ചോ? അയച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം അത് കൈകാര്യം ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ദൈവജനമേ, സാഹചര്യങ്ങൾ കണ്ടിട്ട്, ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട്, സ്വാതന്ത്ര്യമില്ല എന്ന് വിചാരിച്ച് മാറി നിന്നാൽ, ദൈവത്തിന് സ്തോത്രം, ഇസ്രായേലേ, നീ അടിമപ്പാടിൽ നിന്ന് വെളിയിൽ വരികയില്ല. നീ നിന്റെ കട്ടത്തിൽ നിന്ന് വെളിയിൽ വരത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, സാഹചര്യമെല്ലാം പ്രതികൂലമായാലും ദൈവത്തെ ആരാധിക്കുന്നതിന് എനിക്കത് വിഷയമല്ലെന്ന് പറഞ്ഞ് ആരെല്ലാം എതിർത്ത് നിന്നാലും എന്തെല്ലാം എതിർപ്പുണ്ടായാലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നാല് വശത്തു നിന്നും ആമേൻ, ഹല്ലേലൂയ, നിന്നെ തള്ളിക്കളഞ്ഞ്, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ഉപേക്ഷിച്ച് കളഞ്ഞാലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, നിന്നെ മൂലക്കല്ലാക്കി മാറ്റി പണിയാൻ കഴിവുള്ള ദൈവമാണ് ഈ ദൈവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ ദൈവജനം ഈ ഒരു വാക്യം മനസ്സിലാക്കിയേ പറ്റൂ. വേദപുസ്തകത്തിന് മധ്യവാക്യമെന്ന് ദൈവത്തിന്റെ പല പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതും ശ്രദ്ധിച്ച് പഠിച്ചാൽ അത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതുമായ വാക്യം, പ്രൈസ് ഗോഡ്, 8-ാം വാക്യം, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അടുത്ത വാക്യം കൂടെ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്തിന്? യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ മനുഷ്യരിൽ ആശ്രയിക്കേണ്ട വിഷയമില്ല. അതിനേക്കാൾ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കൊള്ളാവുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ, ആരൊക്കെ തടഞ്ഞാലും, സാധാരണ മനുഷ്യൻ തടഞ്ഞാലും, പ്രഭുക്കന്മാർ നിനക്കെതിരായാലും, ഫറവോൻ നിനക്കെതിരായാലും, വ്യവസ്ഥിതികൾ നിനക്കെതിരായാലും, രാജ്യം നിനക്കെതിരായാലും, ഭരണങ്ങൾ നിനക്കെതിരായാലും, രാജാവ് നിനക്കെതിരായാലും, തീച്ചുള 7 മടങ്ങ് ചൂട് പിടിപ്പിച്ചാലും, നീ ഉറക്കെ പറയും, ഞാൻ എന്റെ ദൈവത്തെ അല്ലാതെ ആരാധിക്കത്തില്ല. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, സാഹചര്യങ്ങൾ നിനക്ക് തടസ്സമല്ല. അങ്ങനെ സാഹചര്യം വരുമ്പോഴും പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, നിനക്കൊരു വെളിപ്പാട് വേണം. നെബൂഖദ്നേസർ ഉയർത്തിയിരിക്കുന്ന 60 മുഴം ഉയരമുള്ള തങ്ക വിഗ്രഹമല്ല ജീവനുള്ള ദൈവം. ഈ തങ്ക വിഗ്രഹമല്ല എന്നെ പരിപാലിക്കുന്ന ദൈവം. ഈ തങ്ക വിഗ്രഹമല്ല ലോകത്തെ സൃഷ്ടിച്ചത്. ഈ തങ്ക വിഗ്രഹമല്ല സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത്. ഈ സ്വർണ്ണ ബിംബമല്ല ഇതൊന്നും ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവമാണ്. ഒരു നിശ്ചയം. രണ്ടാമത്തെ നിശ്ചയം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. നീ ആരാധിക്കുന്ന നിന്റെ ദൈവത്തിന് നിന്നെ വിടുവിപ്പാൻ കഴിയും. നിന്നെ വിടുവിപ്പാൻ കഴിയും. നിന്നെ വിടുവിപ്പാൻ കഴിയും. നെബൂഖദ്നേസരേ, ഈ വിഷയത്തിൽ പ്രതിവാദം പറയാൻ ആവശ്യമില്ല. ഇത് ഡിസ്കഷന് പോലും വേണ്ട പറ്റുന്ന വിഷയമല്ല. ഈ വിഷയം ചിന്തിക്കുക പോലും വേണ്ട. ഈ വിഷയം ചർച്ചയ്ക്ക് പോലും എടുക്കണ്ട. ഈ ദൈവം, ഇവനെ വിടുവിക്കാൻ പറ്റുമോ? ഇതൊന്നും എനിക്ക് വിഷയമല്ല.
ഒരു കാര്യം എനിക്കറിയാം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് വിടിവിക്കാൻ കഴിയും. അഥവാ വിടിവിച്ചാലും ഇല്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ, സ്വർണ്ണ ബിംബത്തെ, ആമേൻ, ദുരാസമഭൂമിൽ നിർത്തിയ സ്വർണ്ണ ബിംബത്തെ ആരൊക്കെ വീണ് നമസ്കരിച്ചാലും ഞങ്ങൾ നമസ്കരിക്കുന്ന വിഷയമില്ല. വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലെ തീരുമാനങ്ങൾ എടുക്കുക. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സാഹചര്യങ്ങൾ എതിരാണെന്ന് വിചാരിച്ച് ആരാധനയ്ക്ക് പുറകോട്ട് പോകല്ലേ. പ്രൈസ് ഗോഡ്. ഇന്ന് പകല് ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ അവസ്ഥ ഹല്ലേലൂയ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഏത് അനുഭവത്തിലാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, പ്രൈസ് ഗോഡ്, പൗലോസിനെയും ശിലാസിനെയും പോലെ രണ്ട് കാലം ആമത്തിലിട്ട് പൂട്ടി. പ്രൈസ് ഗോഡ്. തടവറ പൂട്ടി താക്കോലും കൊണ്ട്. ഹല്ലേലൂയ. കാരാഗൃഹ പ്രമാണി പോയി. പ്രൈസ് ഗോഡ്. പുറം മുഴുവനും അടിച്ച് ചോരയൊലിച്ച് വേദനിച്ച് അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുക. പ്രൈസ് ഗോഡ്. ഈ എൻ്റെ പുറമൊന്നും ആരും തല്ലി പൊട്ടിച്ചിട്ടില്ല, പക്ഷേ സ്കൂട്ടറിൽ നിന്നൊക്കെ വീണ് 1-2 പ്രാവശ്യം ശരീരത്തിൻ്റെ തൊലി പോയി മുറിവുണ്ടായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കും ചിലർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായി കാണും. പ്രൈസ് ഗോഡ്. രാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കുറച്ച് തൊലി പോയി അല്ലെങ്കിൽ മുറിവുണ്ടായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ദിവസം എന്നാണെന്നറിയാമോ? സമയം എപ്പോഴാണെന്നറിയാമോ? അന്ന് രാത്രിയാണ്. പ്രൈസ് ഗോഡ്. ആക്സിഡന്റ് ഉണ്ടായപ്പോൾ മുറിവേറ്റപ്പോൾ ഉണ്ടായ വേദനയേക്കാൾ ആ മുറിവ് സംബന്ധിച്ച് ശരീരത്തിൽ നമ്മൾ വേദന അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ദിവസം, സമയം അന്ന് രാത്രിയാണ്. പ്രൈസ് ഗോഡ്. പുറം മുഴുവനും അടിച്ച്, റോമൻ ചാട്ടവാർ കൊണ്ട് അടിച്ച് കീറി ചോരയൊലിച്ച്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, രാത്രി ആയപ്പോൾ പൗലോസിനും ശിലാസിനും ഒന്ന് അനങ്ങാൻ വയ്യ, തിരിഞ്ഞു കിടക്കാൻ വയ്യ, ശ്വാസം വിടുമ്പോൾ പോലും വേദനയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എല്ലാം പ്രതികൂലം. എന്നാൽ അന്ന് രാത്രിയാണ് അവർ തീരുമാനിച്ചത്, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്, ഞങ്ങൾ പാടാൻ പോകുകയാണ്, ഞങ്ങൾ സ്തുതിക്കാൻ പോകുകയാണ്. ഇന്ന് പകല് ദൈവമക്കളെ, നിങ്ങളുടെയും ജീവിതത്തിൽ എല്ലാം 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 പ്രതികൂലമായി നിൽക്കുന്നുവെങ്കിലും ആ നിമിഷം ദൈവത്തിന് സ്തോത്രം, പുറകോട്ട് നിന്നെ വലിക്കുവാൻ, പുറകോട്ട് നിന്നെ തള്ളുവാൻ, വീഴുവാൻ തക്കവണ്ണം തള്ളുവാൻ, ഇന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിന്നെ വീഴുവാൻ തക്കവണ്ണം തള്ളുവാൻ ശത്രു അടുത്ത് നിന്ന് നിന്നെ തള്ളിയാലും നീ വീഴുന്നതിന് മുമ്പ് നിനക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? നിന്റെ കരമൊന്ന് ഉയർത്താൻ സാധിക്കുമോ? അവൻ നിന്നെ വലം കൈക്ക് പിടിക്കുന്ന ദൈവമാണ്. വീഴാൻ തുടങ്ങുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വെള്ളത്തിൽ മുങ്ങിച്ചേക്കാൻ തുടങ്ങുന്നവർ 3 പ്രാവശ്യം പൊങ്ങി വരും. 3 പ്രാവശ്യം അവർ 2 കൈയും കൂടെ മുകളിലോട്ട് പൊക്കും. പ്രൈസ് ഗോഡ്. ആരെങ്കിലും പിടിച്ച് വലിച്ചു കയറ്റിയാൽ രക്ഷപ്പെടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ചിലർക്ക് നിർഭാഗ്യവശാൽ അവരെ വലിച്ചു കയറ്റാൻ ആരും കാണത്തില്ല. 3 പ്രാവശ്യം കൈപൊക്കിയിട്ടും ഒന്ന് വലിച്ചു കയറ്റാൻ ആരുമില്ലാതെ വെള്ളത്തിൽ മുങ്ങിത്താണ് അവൻ അവസാനത്തെ ശ്വാസവും നിലയ്ക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും നീയും ഈ ദൈവസന്നിധിയിൽ 3 പ്രാവശ്യം ഒന്നും കൈ ഉയർത്തണ്ട, ഒരൊറ്റ പ്രാവശ്യം ഉയർത്തിയാൽ മതി. നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന ശത്രുവിന്റെ, നിന്നെ തകർക്കാൻ നിൽക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ ഈ ദൈവം വിശ്വസ്തനാണ്. പകൽക്കാല കർത്താവേ, ആമേൻ, ഹല്ലേലൂയ. ദൈവികമായി ഏത് എതിർപ്പുകളുടെ മധ്യേയും ആത്മാവിന്റെ ബലത്തിൽ പിടിച്ചു നിൽക്കാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം സാഹചര്യങ്ങൾ വിഷയമല്ല. പൗലോസിന്റെ കാല് ആമത്തിലിട്ട് പൂട്ടി, ശിലാസിന്റെ കാല് ആമത്തിലിട്ട് പൂട്ടി.
ഏറ്റവും അധികം വേദന തിന്നു കിടക്കുന്ന സമയം ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചു. ഗുണമെന്തെന്നറിയാമോ? ആമേൻ. അടിസ്ഥാനങ്ങൾ കുലുങ്ങത്തക്കവണ്ണം, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങത്തക്കവണ്ണം ദൈവശക്തി വെളിപ്പെട്ടു. ഏത് പ്രതികൂലമായാലും, എത്ര വലിയ പ്രതികൂലമായാലും, സാഹചര്യങ്ങൾ എത്രമാത്രം നിനക്കെതിരായാലും, ആരൊക്കെ നിനക്കെതിരായാലും, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ വാവൈ പൂട്ടി മിണ്ടാതിരിക്കല്ലേ, മൗനമായിരിക്കല്ലേ. ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ ആരംഭിക്ക്. നിന്റെ തടസ്സങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട്, ഹല്ലേലൂയ, ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട്, വഴികളെ തുറന്ന്, വാതിലുകളെ തുറന്ന്, അടിസ്ഥാനങ്ങൾ കുലുക്കിക്കൊണ്ട് വിടുതൽ തരുവാൻ ദൈവം മതിയായവനാണ്. പ്രൈസ് ഗോഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു കേട്ടാട്ട്. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാൽപ്പാൻ കൽപ്പിച്ചു. അതിന്റെ മേളിൽ പറയുന്നത് പ്രൈസ് ദി ലോർഡ്, അധിപതികൾ അവരെ വസ്ത്രം ഉരിഞ്ഞ് പ്രൈസ് ദി ലോർഡ് കോലുകൊണ്ട് അടിപ്പിക്കുവാൻ കൽപ്പിച്ചു. പുരുഷാരം അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ്, ബട്ടനൊക്കെ പതുക്കെ ഒന്നും ഊരിയല്ല ചെയ്തത്, വലിച്ചുരിഞ്ഞ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു കോലുകൊണ്ട് അടിപ്പിക്കാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. ഉടുപ്പ് മാറ്റിയിട്ടാണ് പുറത്ത് അടി കിട്ടിയത്. ശരീരം മുഴുവൻ നീറിക്കൊണ്ട് വേദന കൊണ്ട് പൊളയുന്ന സന്ദർഭം. പക്ഷേ ആരാധനയ്ക്ക് താല്പര്യമുള്ളവന്, പൗലോസിന്, ശിലാസിന് അത് തടസ്സമല്ല. പാടാനും പ്രാർത്ഥിപ്പാനും സ്തുതിക്കാനും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അത് തടസ്സമല്ല. കാരണം പൗലോസിനും ശിലാസിനും ഒരു സത്യം അറിയാം. ഞങ്ങൾ ഇവിടെ ദൈവത്തെ ആരാധിക്കാതെ കിടന്നാൽ ഇന്നും ഇവിടെ കിടക്കത്തേ ഉള്ളൂ, എന്നും ഇവിടെ കിടക്കത്തേ ഉള്ളൂ. എന്നാൽ ഇന്ന് ഞങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അവന്റെ പ്രവൃത്തി വെളിപ്പെടാൻ സാധ്യതയുണ്ട്. ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുമ്പോൾ അതിന് ആ ആരാധന അവൻ ഏറ്റുകൊള്ളുവാൻ ഒരുവൻ ഇറങ്ങി വരും. അവൻ ഇറങ്ങി വന്നാൽ ഭൂമി കുലുങ്ങും, സമുദ്രം കണ്ട് ഓടും, യോർദാൻ പിൻവാങ്ങും. ഇന്ന് പകൽക്കാലം ആ യേശുവിന്റെ സാന്നിധ്യം ആരാധനയുടെ മധ്യേ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടബല ഹദ്ര ജബന രഗദേശ ദുൽഖാര ധീവാരവര. കർത്താവായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, മനുഷ്യപുത്രരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് തെളിയിച്ചുകൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പം ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ എന്റെ ദൈവമാകുന്നു. 28-ാം വാക്യം, നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പൗലോസിന്റെയും ശിലാസിന്റെയും ഹൃദയത്തിൽ കൂടെ കടന്നുപോയ ആലോചന, കർത്താവേ, നീ എൻ്റെ ദൈവമാണ്, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഈ സങ്കീർത്തന ഭാഗമായിരിക്കാം ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിൽ കൂടെ കടന്നുപോയത്. നീ എൻ്റെ ദൈവമാകുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. അങ്ങനെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 10-11 വാക്യങ്ങൾ, 10, 11, 12. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അടുത്ത വാക്യം, അവർ എന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തി പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യഹോവയെ സ്തുതിപ്പീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അവൻ സങ്കീർത്തനക്കാരൻ എഴുതിയതിന്റെ ഒരു കാരണം, എന്നെ മുൾത്തി പോലെ, പ്രൈസ് ഗോഡ്, തേനീച്ച പോലെ വളഞ്ഞു. പ്രൈസ് ഗോഡ്, സകല ജാതികളും എന്നെ വളഞ്ഞു, എന്റെ ശത്രുക്കൾ എന്നെ വളഞ്ഞു, എന്നാൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ കൂടെ കടന്നുപോയ ദൈവശക്തിയെ കുറിച്ച് പഴയ നിയമ അരച്ചു കലക്കി കുടിച്ച പൗലോസിന് അറിയാം. ഈ സങ്കീർത്തനക്കാരൻ കടന്നുപോയ വഴിയിൽ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. കാരാഗ്രഹത്തിൽ പൗലോസ് കിടക്കുമ്പം ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്.
ഈ വാക്യങ്ങളെല്ലാം അവൻ്റെ ഹൃദയത്തിൽ കൂടെ കടന്നുപോയി കാണും. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവവചനം അകത്തുകൂടെ കടന്നു പോകണം. ദൈവവചനത്തിൻ്റെ ഓർമ്മ, ദൈവവചനത്തിൻ്റെ പഠനം, ദൈവവചനത്തിൻ്റെ കേൾവി, ഇതെല്ലാം ഇന്ന് ദൈവത്തിന് സ്തോത്രം എന്തിനു തരുന്നതെന്നറിയാമോ? ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങൾ കൂടെ കടന്നു വരുമ്പോഴും ദൈവകൃപയിൽ ആശ്രയിപ്പാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഓരോ ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ എങ്ങനെയൊക്കെ നടത്തുമെന്ന് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ് മനസ്സിലാക്കിയിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം. ആത്മിക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഭരമേൽപ്പിക്കപ്പെടുന്ന ജീവിതങ്ങളെ നിലനിർത്താൻ ദൈവവും അവന്റെ വചനവും മതിയായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്? അപ്പൊ വചനം സമീപസ്ഥമായി നിന്റെ ഹൃദയത്തിലും വായിലും ഇരിക്കണം. പ്രൈസ് ഗോഡ്. പലപ്പോഴും ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പല പല പ്രതികൂലങ്ങൾ വരുമ്പോൾ എന്നെ ഉറപ്പിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനമാണ്. ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, ഏത് പ്രയാസങ്ങൾ കടന്നു വന്നാലും, ഏത് ബുദ്ധിമുട്ടുകൾ കടന്നു വന്നാലും, ആമേൻ, പലപ്പോഴും ദൈവത്തിൻ്റെ വചനം 118-ാം സങ്കീർത്തനത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ എന്നോട് സംസാരിക്കും, നിങ്ങളോട് സംസാരിക്കും. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ നാളുകളിൽ ഈ വചനം എന്നോട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ട്. പ്രൈസ് ഗോഡ്. ഇന്ന് രാവിലെ ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വാക്യം എന്നോട് ശക്തമായി ഇടപെട്ടു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. സങ്കീർത്തനക്കാരന് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, വേണമെങ്കിൽ മനുഷ്യരിൽ ആശ്രയിക്കാം, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാം എന്ന് പറഞ്ഞാൽ അതുപോലെ കണക്ഷൻസ് ഉണ്ട്, അതുപോലെ അടുപ്പമുണ്ട്. പക്ഷേ സങ്കീർത്തനക്കാരൻ തീരുമാനിക്കുകയാണ്, ഞാൻ മനുഷ്യരിലോ പ്രഭുക്കന്മാരിലോ ആശ്രയിക്കാൻ തീരുമാനിക്കുന്നില്ല. കാരണം പ്രൈസ് ഗോഡ്, അതിനേക്കാൾ നല്ല ഒന്ന് എനിക്കറിയാം, അതിനേക്കാൾ നല്ലൊരു ആശ്രയം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് പകൽ പ്രൈസ് ഗോഡ്, മനുഷ്യരെക്കാൾ പ്രഭുക്കന്മാരെക്കാൾ നല്ലൊരു ആശ്രയം യേശുവിൽ കണ്ടെത്തിയിട്ടുള്ള ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ മാറിപ്പോകും, വാക്ക് മാറുന്ന മനുഷ്യൻ മാറിപ്പോകും, എന്നാൽ മാറാത്തവരായി നിന്റെ കൂടെ ജനനം മുതൽ മരണം വരെ കൂരിരുൾ താഴ്വരയിൽ കൂടെ കടക്കേണ്ടി വന്നാലും നീ ഒരനർത്ഥവും ഭയപ്പെടാതെ കണ്ട് അവന്റെ വടിയും കോലും നിന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിന്റെ കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞവൻ ഒരുവനേ ഉള്ളൂ, നസ്രയനായ യേശു. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങളിൽ പ്രൈസിനോട് താഴോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായി പറയുന്നു, കണ്ടാലും ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഈ വാക്യത്തിൻ്റെ ആഴവും പരപ്പും അർത്ഥവും നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ ഇടയാകരുത്. പ്രൈസ് ഗോഡ്. പലപ്പോഴും ഇത് വായിച്ചാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 17-ാം സങ്കീർത്തനം വാക്യം വായിച്ച് 17-ാം വാക്യം മത്തായി 28-ന്റെ 17. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു,
ചിലരോ സംശയിച്ചു. ആമേൻ, പ്രൈസ് ഗോഡ്. കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണത്തിന് മുൻപ് പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷതകളിൽ ഒന്നാണ് ഇവിടെ വായിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. അവനെ കണ്ടപ്പോൾ ചിലർ നമസ്കരിച്ചു, ചിലർ സംശയിച്ചു. ഇന്നും ഞാൻ പറയട്ടെ, ഈ ആരാധനാ ഗോളത്തിൽ തന്നെ, ആരാധന പ്രൈസ് ഗോഡ് ആലയത്തിൽ തന്നെ, സുവിശേഷ ഗോളത്തിൽ തന്നെ, പെന്തിക്കോസ്ത് ഗോളത്തിൽ തന്നെ ചിലർ നമസ്കരിക്കുമ്പോൾ ചിലർ സംശയിച്ച് നിൽക്കുമ്പോൾ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നീ സംശയിക്കുന്നവരുടെ കൂട്ടത്തിലാകല്ലേ, സാഷ്ടാംഗം വീണ് അവനെ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നിനക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ബിംബത്തെ നോക്കല്ലേ, നെബൂഖദ്നേസറിനെ നോക്കല്ലേ, ചൂള നോക്കല്ലേ, മറ്റുള്ളവരെ നോക്കല്ലേ, സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരെ നോക്കല്ലേ, പ്രഭുക്കന്മാരെ നോക്കല്ലേ. നിനക്ക് നോക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ. അങ്ങോട്ട് നീ നോക്കുമ്പോൾ കല്ലുകൾ ചീറി പാഞ്ഞു വന്നുകൊണ്ടിരുന്നാലും ഹല്ലേലൂയ, നിന്നെ നശിപ്പിക്കുവാൻ നിന്റെ ശരീരത്തിന് നേരെ അനവധി കല്ലുകൾ വന്നുകൊണ്ടിരുന്നാലും, സ്തെഫാനോസേ, നിനക്ക് നോക്കാനുള്ളത് അവൻ സ്വർഗത്തിലേക്കാണെങ്കിൽ അവിടെ ദൈവശക്തിയുടെ വലത്ത് ഭാഗത്ത് നിന്റെ ദൈവം, നീ ആരാധിക്കുന്ന നിന്റെ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത് നീ കാണും. പ്രൈസ് ഗോഡ്. അപ്പൊ നമുക്ക് നോക്കാൻ ഒരു ഇടമുള്ളത്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, സ്വർഗത്തിലേക്കാണ്. ഇത് പൗലോസ് മിക്കവാറും പഠിച്ചത് സ്തെഫാനോസിൽ നിന്നായിരിക്കാം. കാരണം ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ വായിക്കുന്നത്, പൗലോസ് ആമേൻ ഹല്ലേലൂയ വസ്ത്രം കാത്തുകൊണ്ട് കല്ലെറിയുന്നവരെ ചെന്ന് ശരിക്കറിയാൻ വിട്ടതാ. പൗലോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്തെഫാനോസിനെ ജനം കല്ലെറിയുന്നത്. മോശയുടെ ന്യായപ്രമാണ പ്രകാരമാണെന്ന് പറയുന്നത്. കല്ലെറിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചു. പ്രൈസ് ഗോഡ്. ബാക്കി എല്ലാ മരണത്തെക്കാളും ഭയങ്കര ബുദ്ധിമുട്ട് കല്ലെറിഞ്ഞുള്ള മരണം. കാരണം ജീവൻ പോകുന്നതിന് മുൻപ്, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഓരോ പ്രൈസ് ഗോഡ് ഇഞ്ചും, ശരീരത്തിലുള്ള ഓരോ ഇഞ്ചും കല്ലേറുകൊണ്ട് വേദന അനുഭവിച്ച് ബ്ലീഡ് ചെയ്ത് ആമൻ ചത്തു വീഴും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അത്ര ഭയാനകമായ ഒന്നാണ് കല്ലേറേറ്റുള്ള മരണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നല്ല സുബോധത്തോടെ നിന്നുകൊണ്ടാണ് ഓരോ കല്ല് ചീറിപ്പാഞ്ഞ് വരുന്നത് കാണുന്നത്. അത് വന്ന് ചിലപ്പോൾ കണ്ണേ കൊള്ളും, ചിലപ്പോൾ മുഖത്ത് കൊള്ളും, ചിലപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൊള്ളും. എന്നാലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല, ഓടി മാറാൻ സാധ്യമല്ല. കാരണം ചുറ്റും നിന്ന് ജനം എറിയുകയാണ്, വളഞ്ഞു നിന്ന് എറിയുകയാണ്. ആ സ്ഥാനത്ത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ശൗൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച കണ്ടു. അന്ന് വരെയും ആരെങ്കിലും മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഒരുത്തനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ അവൻ നിന്ന് നിലവിളിച്ച് അയ്യോ എന്ന് വിളിച്ച് നിലവിളിച്ച് പ്രാഗി ശപിച്ച് അവൻ നിവൃത്തിയില്ലാതെ ചത്തു വീഴുന്നതാണ് പൗലോസ് ശൗലായിരുന്നപ്പോൾ കണ്ടിട്ടുള്ളത്. എന്നാൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ ശൗലൊരു കാഴ്ച കണ്ടു. അവൻ ഹല്ലേലൂയ ഒന്നും ചെയ്യുന്നില്ല. അവൻ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് മുട്ടുകുത്തി നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിനക്കെതിരായി വരുന്ന കല്ലുകൾ കണ്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് അലറി നിലവിളിക്കുന്നതിന് പകരം ദൈവത്തോട് പറ, സ്തെഫാനോസിനെ പോലെ ഒന്ന് മുട്ടുകുത്തി നിൽക്കാൻ, ഒന്ന് സ്വർഗത്തിലേക്ക് നോക്കാൻ, ദൈവമേ നീ എന്നെ സഹായിക്കണമേ. പൗലോസ് ഒരു കാഴ്ച കണ്ടു. സ്തെഫാനോസ് മുട്ടുകുത്തി നിൽക്കുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. മാത്രമല്ല അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പൗലോസ് നേരിട്ട് കണ്ടു. ജനം കല്ലെറിയുന്ന സ്തെഫാനോസിന്റെ മുഖം. അവൻ മുട്ടുകുത്തി സ്വർഗത്തേക്ക് നോക്കി നിൽക്കുന്നു. അവന്റെ മുഖം പ്രകാശിക്കുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആ കാഴ്ച എനിക്ക് തോന്നുന്നു ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസിന്റെ ഹൃദയത്തിൽ കൂടെ കടന്നുപോയി കാണും. പ്രൈസ് ഗോഡ്. പൗലോസ് ശിലാസിനോട് പറഞ്ഞു കാണും, ശിലാസ് കുട്ടി, ഇനി നമുക്കൊരൊറ്റ മാർഗമേ ഉള്ളൂ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. എല്ലാം പ്രതികൂലമായാലും, കാലാമത്തിലിട്ട് പൂട്ടിയാലും, വേദന കൊണ്ട് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തിയാലും, പ്രൈസ് ഗോഡ്, നമ്മുടെ മുമ്പിൽ ഒരു വഴിയുണ്ട്. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, അവനെ പാടി സ്തുതിച്ച് ആരാധിക്കുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു കാണും. അല്ലെങ്കിൽ പറഞ്ഞു കാണും ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഏതായാലും നമ്മൾ ഇതിനകത്ത് വന്ന് പെട്ടു. ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ കിടന്നേ പറ്റൂ. നാളെ ഇനിയുള്ള കാര്യങ്ങൾ അഭിമുഖീകരിച്ചേ പറ്റൂ. പക്ഷെ ഇതൊന്നും ശൈലാസ് കുട്ടി നമുക്ക് വിഷയമല്ല. നമ്മൾ പതിവായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന
പ്രാർത്ഥന മുടക്കുന്ന പ്രശ്നമില്ല. നമുക്ക് പാടാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആരാധിക്കാം. ആരും ഒന്നും പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും വിഷയമല്ല. എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നാലും വിഷയമല്ല. എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും വിഷയമല്ല. എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും വിഷയമല്ല. നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ഗോഡ്. അർദ്ധരാത്രി അവിടെ കിടന്നുകൊണ്ട് ഒരു പാട്ട്, ഒരു സ്തുതി, ഒരു പ്രാർത്ഥന, ഒരു ആരാധന, ഒരു വിടുതൽ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യെസ്, നിന്റെ ചങ്ങല പൊട്ടി മാറുവാൻ, നിന്റെ ബന്ധനം അഴിഞ്ഞു മാറുവാൻ, നിന്നെ പൂട്ടിയിട്ടിരിക്കുന്ന വാതിൽ തന്നെ തുറക്കാൻ വിശ്വാസത്തോടുകൂടിയ ആരാധനയ്ക്ക് ശക്തിയുണ്ട്. അതുപോലെയുള്ള ആരാധന ഇന്ന് വെളിപ്പെട്ടാൽ, നിന്നിൽ വെളിപ്പെട്ടാൽ, നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ പൊട്ടി, ആ ചങ്ങലകൾ പൊട്ടി വാതിലുകൾ തുറക്കും. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധരെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധരെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, പാതകൾ ഒഴിയും കോട്ടകൾ തകരും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, പാതകൾ ഒഴിയും കോട്ടകൾ തകരും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുളയിൽ തീ കത്തിയിടും ആരാധനയെങ്കിൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുളയിൽ തീ കത്തിയിടും ആരാധനയെങ്കിൽ. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്, പ്രൈസ് ഗോഡ്, ഒരു വിശ്വാസം. പ്രൈസ് ഗോഡ്. അവങ്ങളിലേക്ക് നോക്കിയ പ്രകാശത്തിലായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രൈസ് ഗോഡ്. ഹലോ, ഒരു കാര്യം ഞാൻ പറയാം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ പ്രകടിപ്പിക്കുന്നുണ്ടെന്നറിയാമോ? നിങ്ങളത് മനസ്സിലാക്കണം. ദൈവത്തെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കുന്ന ഒരു വ്യക്തി ഒത്തിരി കാര്യങ്ങൾ വാക്കും ഭാഷണവും കൂടാതെ ഇതിൻ്റെ കൂടെ വിളിച്ചു പറയുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ സ്തോത്രം, ഹല്ലേലൂയ, എനിക്ക് കഷ്ടവും പ്രയാസവും പ്രതികൂലവുമാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഈ ആരാധനയിൽ എനിക്ക് വിടുതലുണ്ട്. രണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, എനിക്ക് എന്ത് പ്രതികൂലമായാലും എന്ത് കഷ്ടമായാലും ഞാൻ ദൈവത്തെ ആരാധിക്കും. പ്രൈസ് ഗോഡ്. മൂന്ന്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, എന്തെല്ലാം എൻ്റെ മുൻപിൽ എനിക്കെതിരായി നിന്നാലും എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ ദൈവത്തിന് എന്നെ സഹായിക്കാൻ കഴിയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാല്, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും എനിക്കത് വിഷയമല്ല. ഞാൻ ആ തടസ്സത്തിൻ്റെ നടുക്ക് കിടന്നായാലും ദൈവത്തെ ആരാധിക്കും. ഇങ്ങനെ അനേക കാര്യങ്ങൾ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ വാക്കും ഭാഷണവും കൂടാതെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ആരാധിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവത്തെ ആരാത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനമേ, നിന്റെ വിശ്വാസം വിളിച്ചറിയുന്നു, നിന്റെ ആശ്രയം വിളിച്ചറിയിക്കുന്നു, നിന്റെ ദൈവത്തിന് നിന്റെ പ്രത്യാശ വിളിച്ചറിയിക്കുന്നു.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ വിഷയങ്ങളെല്ലാം ഞാൻ പഠിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു വിഷയം, നമുക്ക് ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ഒന്ന്, ദൈവത്തിന് സ്തോത്രം, നമ്മൾ വിചാരിക്കും സാഹചര്യമാണെന്ന്. സാഹചര്യമല്ല. കാരണം സാഹചര്യത്തെ അതിജീവിച്ച് ജനം ആരാധിച്ചു. പ്രതികൂലങ്ങളല്ല, പ്രതികൂലത്തെ അതിജീവിച്ച് ജനം ആരാധിച്ചു. നിയമങ്ങളല്ല, നിയമത്തെ അതിജീവിച്ച് ദൈവം ആരാധിച്ചു. രാജാക്കന്മാരല്ല, പ്രൈസ് ഗോഡ്, ഇതൊന്നുമല്ല തടസ്സമായി നിൽക്കുന്നത്. കാരണം അവിടെയൊക്കെ ദൈവം ആരാധിച്ചു. ദൈവത്തിന് സ്തോത്രം, ദൈവജനം ആരാധിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, നമ്മൾ തന്നെയാണ് തടസ്സം. നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ, പ്രൈസ് ഗോഡ്, ആരെല്ലാം തടുത്താലും വിഷയമല്ല. നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് യഥാർത്ഥത്തിൽ ഈ ദൈവത്തെ ആരാധിക്കാൻ മനസ്സുണ്ടെന്ന് വരികിൽ നിന്നെ തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കാലാമത്തിലിട്ട് പൂട്ടിയാലും ചൂള 7 മടങ്ങ് ചൂട് പിടിപ്പിച്ചാലും, പ്രൈസ് ഗോഡ്, നിന്റെ ആൺമക്കളെ നദിയിൽ എറിയുമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചാലും, അവനെ കൊണ്ട് ദൈവം പ്രോത്സാഹിപ്പിക്കും, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ശരി ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ തന്നെയാണ് തടസ്സം. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. കണ്ണും കാതും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ചെവിയും കണ്ണും നമ്മുടെ മൂക്കും നമ്മുടെ നാക്കും നമ്മുടെ ശരീരത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ കിട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളൊരു തീരുമാനത്തിലെത്തും. ഇങ്ങനെയൊക്കെ പോയാൽ മതി. പ്രൈസ് ഗോഡ്. 1. 2, ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വല്ലതൊക്കെ വായിച്ചേച്ചൊരു തീരുമാനത്തിലെത്തും. ഇങ്ങനെയൊക്കെ പോയാൽ മതി. 3, വല്ലതൊക്കെ പറഞ്ഞത് കേട്ട് തീരുമാനത്തിലെത്തും. ഇങ്ങനെയൊക്കെ പോയാൽ മതി. വായിക്കുമ്പോൾ കണ്ണി കൂടെ കയറും, കേൾക്കുമ്പോൾ ചെവി കൂടെ കയറും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കേൾക്കുന്നതൊക്കെ സൂക്ഷിച്ച് വേണം കേൾക്കാൻ, വായിക്കുന്നതൊക്കെ സൂക്ഷിച്ച് വേണം വായിക്കാൻ. ഞാനൊരു കാര്യം പറയാം, വേദപുസ്തകമല്ലാതെ വേറെ പലത് വായിക്കുമ്പോഴും അതിനകത്തുകൂടെ ദുരുപദേശങ്ങൾ അകത്ത് കയറും. നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ വർഷം പോലെ ദുരുപദേശങ്ങൾ ഇത്ര വന്നു കയറിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. പ്രൈസ് ഗോഡ്. സത്യാരാധനയ്ക്കും സത്യവിശ്വാസത്തിനും എത്ര വേർഷൻസ് ആണ്. പണ്ട് പെന്തിക്കോസ്തുകാർ 10-15 വെർഷനോ 100 വെർഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വിശ്വാസം ഒന്നായിരുന്നു, അടിസ്ഥാന വിശ്വാസം ഒന്നായിരുന്നു, അല്ലേ? പെന്തിക്കോസ്ത് പലതുണ്ടായിരുന്നു, പക്ഷെ അടിസ്ഥാന വിശ്വാസം ഒന്നായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഓരോരുത്തൻ ദുരുപദേശം പഠിപ്പിക്കാൻ കച്ചകെട്ടിറങ്ങിയേക്കുക. അവന് തോന്നുന്നതാണ് ഉപദേശം. പ്രൈസ് ഗോഡ്. അതിനെങ്ങനെ കിട്ടുന്ന ഉപദേശം? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചിലർ ദുരുപദേശപ്പെടുന്ന നിയമം ഈ TV കൂടെ ഉള്ള പ്രസംഗം മുഴുവൻ കേൾക്കും, ഉള്ളത് മുഴുവൻ കേൾക്കും. അവസാനം ഏതാ തലേ കയറുന്നതെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്. തലയിലിരിക്കുന്ന ഏതാണെന്നറിയാമോ? നല്ലതിരിക്കുകയല്ല. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞല്ലോ, ഞാൻ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ, പ്രൈസ് ഗോഡ്, കൊച്ചിയിൽ ജനിച്ചു വളർന്ന ഒരു നേവൽ ഓഫീസറുടെ മകൻ, പ്രൈസ് ഗോഡ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി നേവിയിലൊരു ഓഫീസറാണ്. കൊച്ചിയെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊച്ചിയിൽ ആണ് ജനിച്ചു വളർന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മലയാളമൊക്കെ അറിയാമല്ലോ എന്ന് ചോദിച്ചു. പുള്ളി ഐ ഡോണ്ട് നോ മലയാളം. പ്രൈസ് ഗോഡ്. പിന്നെ ജനിച്ചു വളർന്നതല്ലേ? പിന്നെ അദ്ദേഹം പറഞ്ഞു, 8 വയസ്സ് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ്. അല്ല, 8 വയസ്സ് വരെ, 3-ാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മലയാളമൊക്കെ മറന്നുപോയി. മലയാളത്തിൽ ആകപ്പാടെ ഓർമ്മയുള്ളത് കുറെ ചീത്ത വാക്കുകൾ കേട്ടതൊക്കെ ഓർമ്മയുണ്ടെന്നു. ദൈവമക്കളെ, പ്രയോജനമുള്ളത് ഓർക്കുന്നതിനേക്കാൾ പ്രയോജനമില്ലാത്തത് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കും. അതിൻ്റെ വേറൊരു വെർഷനാണ്, 100 ഉപകാരം ചെയ്തവനെ ഓർക്കത്തില്ല. ആ 100 ഉപകാരം ചെയ്തവനും ഒരു തിന്മ ചെയ്താൽ മതി, അത് ഓർത്തിരിക്കും. 100 ഉപകാരവും മറക്കും. ഇത് നമ്മുടെ സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അധികം കേൾക്കാൻ പോകാതിരുന്നാൽ പിന്നെ നിന്ന് പിഴയ്ക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇന്ന് ദുരുപദേശങ്ങൾക്ക് ഇത്രയും വ്യാപ്തി കിട്ടുന്നത് ഇത് കേൾക്കാൻ ആളുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. രണ്ടാമത്, ദുരുപദേശം പരക്കുന്നത് വായനയിൽ കൂടെ, ലിറ്ററേച്ചർ. ദൈവത്തിന് സ്തോത്രം. ഈ ദുരുപദേശങ്ങൾ വായിച്ചു കൂട്ടി അതിൽ പെട്ടുപോകുന്നവരുണ്ട്, കേട്ട് അതിൽ പെട്ടുപോകുന്നവരുണ്ട്, കണ്ട് അതിൽ പെട്ടുപോകുന്നവരുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹൃദയത്തിലേക്ക്
ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. വരുന്ന ചിന്തകളെ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ പലപ്പോഴും സാധിക്കാതെ പോകും. പ്രൈസ് ഗോഡ്. എന്നിട്ട് അടിസ്ഥാനപരമായി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാണാതെ വണ്ണം കണ്ണ് കുരുടാകും. എന്നിട്ട് ദുരുപദേശത്തിന്റെ മറ്റൊലികൾ പിന്നെയും പിന്നെയും നിന്റെ ഹൃദയത്തിൽ ആഞ്ഞടിക്കാൻ തുടങ്ങും. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. അതാണ് ശരി, അതാണ് ശരി എന്ന് പിശാച് കൂടെ ഓതിയും തരും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഒടുവിൽ എന്ത് പറ്റുമെന്നറിയാമോ? അടിസ്ഥാനപരമായി വിടുതല് ആരാധനയിൽ കൂടെയും ദൈവകൃപയിൽ കൂടെയും ദൈവത്തെ വിശ്വസിക്കുന്നതിൽ കൂടെയും ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ കൂടെയും ആണെന്നുള്ള ചിന്താഗതി അങ്ങോട്ട് മാറിയിട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവിക സത്യങ്ങൾക്കെതിരായി നിൽക്കുന്ന ഒരു അനുഭവം വരും. പ്രൈസ് ഗോഡ്. ഇതെല്ലാം എവിടെ നിന്ന് ആരംഭിക്കുന്ന അറിയാമോ? കേൾവി, കാഴ്ച, പ്രൈസ് ഗോഡ്. ഇത് രണ്ടും. കേൾവി എന്ന് പറയുമ്പോൾ അവൻ ടി വിയിൽ കൂടെ കേൾക്കുന്നത്, കാണുന്നത്. കാഴ്ച എന്ന് പറയുമ്പോൾ വായിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാനൊരു സത്യം എന്നോട് പറയാം, എന്ത് ചവറും വായിച്ചു, പക്ഷെ അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കമ്പയർ ചെയ്യുവാൻ അടിസ്ഥാനപരമായ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അതുമായിട്ട് കമ്പയർ ചെയ്യണം. തിരുവെഴുത്ത് എന്തു പറയുന്നു? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തിരുവെഴുത്ത് എന്തു പറയുന്നു നോക്കുമ്പോൾ മറ്റൊരാണ്ട് നോക്കണം. ഈ തിരുവെഴുത്തിന്റെ വരികൾക്കിടയിൽ വായിക്കുന്ന കൂട്ടത്തിൽ വരിയിൽ എഴുതിയത് വിട്ടുപോകരുത്. അതാ വേറൊരു പ്രശ്നം. വ്യാഖ്യാനിച്ച് 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 ഒടുക്കം ദൈവത്തിന്റെ സ്തോത്രം പ്ലെയിനായിട്ട് പറഞ്ഞത് വിട്ടിട്ട് വ്യാഖ്യാനം കയറി വരികയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സംഭവിക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം ആദിയോടൊന്നും പരിശോധിക്കുമ്പോൾ ആരാധനയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, 3 ചിത്രങ്ങളാണ് വേദപുസ്തകത്തിൽ വെളിപ്പെട്ടിട്ടുള്ളത്. അടിസ്ഥാനപരമായി 3 ചിത്രങ്ങളാണ് മനുഷ്യന് കൊടുക്കത്തക്കവണ്ണം, മനുഷ്യൻ്റെ ഉള്ളത്തിൽ വരത്തക്കവണ്ണം വേദപുസ്തകത്തിൽ വെളിപ്പെട്ടിട്ടുള്ളത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ യെശയ്യാവ് കണ്ട ദർശനം, പുതിയ നിയമത്തിൽ യോഹന്നാൻ കണ്ട ദർശനം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യെശയ്യാവ് കണ്ട ദർശനത്തിൽ 6-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സെറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നുകൊണ്ട് ഒരുത്തനോട് ഓരോരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ അവർ ആരാധിക്കുന്നു. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അടുത്ത വാക്യം. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനം കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആരാധനയ്ക്കകത്ത് ഒരു ആർക്കുന്ന ശബ്ദമുണ്ട്. പ്രൈസ് ഗോഡ്. യെശയ്യാവ് കണ്ട സ്വർഗത്തിലെ ആരാധന ഒരു ആർപ്പിന്റെ ശബ്ദമായിരുന്നു. ആ ശബ്ദം ഉയർന്നപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആലയത്തിന്റെ അടിസ്ഥാനങ്ങൾ, ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആമേൻ. യെശയ്യാവ് കണ്ട ആ പ്രൈസ് ഗോഡ് സ്വർഗീയമായ ആരാധനയിൽ അടിസ്ഥാനം കുലുങ്ങത്തക്കവണ്ണമുള്ള ഒരു ആർപ്പിന്റെ ശബ്ദമുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രണ്ടാമത് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, യോഹന്നാൻ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. അതിന്റെ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 7 മുതലുള്ള വാക്യങ്ങൾ. അവൻ വന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വച്ചു.
അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. തങ്ങളുടെ കിരീടങ്ങളെ നിലത്തിട്ടുകൊണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ വണങ്ങി നമസ്കരിച്ച് നീ സകല മാനത്തിനും ബഹുമാനത്തിനും യോഗ്യനെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ചിത്രം നമ്മൾ കണ്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കിരീടങ്ങൾ താഴെ ഇടുന്നു, വണങ്ങി നമസ്കരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു ആരാധനയുടെ വെളിപ്പാട് പ്രാപിച്ചു തന്നെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാമോ? യോഗ്യൻ നീ യേശുവേ, സർവസ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ, എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നു അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നു അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നേ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. മൂന്നാമത് യോഹന്നാൻ സ്വർഗത്തിൽ ആമേൻ ഒരു ശബ്ദം കേട്ടു. 19 വാക്യം, അത് 19 അധ്യായം 1 മുതൽ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഇനി 4 വാക്യം. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്നും. ചെറിയവരും വലിയവരുമായുള്ള ഭക്തന്മാര്, ദാസന്മാര് യേശുവിനെ അവനെ വാഴ്ത്തുവീൻ എന്നൊരു ശബ്ദം കേട്ടു. അടുത്ത വാക്യം. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. അതെ, എന്റെ യേശു രാജ്യത്വം ഏറ്റിരിക്കുന്നു. യേശു രാജ്യത്വം ഏറ്റിരിക്കുന്നു. യേശു രാജ്യത്വം ഏറ്റിരിക്കുന്നു. ദൂതന്മാർക്ക് അടങ്ങിയിരിക്കാൻ വയ്യ, പുരോഹിതന്മാർ ഭൂപ്പന്മാർക്ക് അടങ്ങിയിരിക്കാൻ വയ്യ, 4 ജീവികൾക്കും അടങ്ങിയിരിക്കാൻ വയ്യ. തങ്ങളുടെ കിരീടങ്ങളെ താഴെ ഇട്ടുകൊണ്ട് മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ ഉറക്കെ അവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. ഹല്ലേലൂയ. ആരാധനയുടെ മർമ്മം വെളിപ്പെട്ട ജനത്തിന് അടങ്ങിയിരിക്കാൻ സാധ്യമല്ല, അടങ്ങിയിരിക്കാൻ സാധ്യമല്ല. ആ സത്യദൈവത്തെ ആത്മാവിലും സത്യയിലും ആരാധിക്കുന്ന ദൈവജനത്തിന് അടങ്ങിയിരിക്കാൻ സാധ്യമല്ല.
ആമേൻ. പക്ഷെ ദുരുപദേശങ്ങൾ അകത്ത് കയറുമ്പോൾ ഇതൊന്നും വെളിപ്പെടത്തില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ ദുരുപദേശത്തിന് എതിരായി ആരാധനയിൽ പോരാടണം, പ്രാർത്ഥനയിൽ പോരാടണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇതിന്റെ തിക്ത ഫലങ്ങളിലേക്ക് സഭ കടക്കാൻ പോവുകയാണ്. ദുരുപദേശങ്ങൾ ഇനി അങ്ങനെയൊന്നും എളുപ്പത്തിൽ വിളിച്ചു പറയാനായിട്ട് സാഹചര്യം കിട്ടത്തില്ല. പ്രൈസ് ഗോഡ്. നമുക്ക് ബുദ്ധിമുട്ട് വരും, പക്ഷെ ദൈവം നമ്മളെ പഠിപ്പിക്കാനല്ലെന്ന് മനസ്സിലായി. ആമേൻ. ഒരു കാര്യം എനിക്കറിയാം, ഏത് സാഹചര്യത്തിലും ആരാധിക്കുന്ന ജനത്തിന് ചങ്ങലകളെ പൊട്ടുന്നത് കാണാൻ സാധിക്കും. ഏത് സാഹചര്യത്തിലും ആരാധിക്കുന്ന ജനത്തിന് വാതിലുകൾ തുറക്കുന്നത് കാണാൻ സാധിക്കും. ഏത് സാഹചര്യത്തിലും ആരാധിക്കുന്ന ജനത്തിന് അനുഗ്രഹങ്ങൾ ദൈവം കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. കെട്ടുകൾ അഴിയും, ബന്ധനം അഴിയും. ആരാധനയിൽ ജനം വിടുതൽ പ്രാപിക്കും, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കും, സഭകൾ വിടുതൽ പ്രാപിക്കും, വ്യക്തികൾ വിടുതൽ പ്രാപിക്കും. ആമേൻ. എൻ്റെ 42 വർഷത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ പഠിച്ചത്, ഞാൻ മനസ്സിലാക്കിയത്, ഹല്ലേലൂയ, എന്ന് എപ്പെട്ട പച്ചായാലും എന്ത് സാഹചര്യം എതിരായാലും ആരാധനയാണ് എന്നെ വിടുവിച്ചത്. ഈ സത്യാരാധനയുടെ വെളിപ്പാടാണ് എന്നെ വിടുവിച്ചത്. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അതിന്റെ എല്ലാ കെട്ടിലും മട്ടിലും ചിട്ടയിലും പോയിരുന്ന എനിക്ക് ഇന്നും എനിക്ക് വിടുതൽ തരുന്നത്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്, ഇനിയും വിടുതൽ ലഭിക്കാൻ പോകുന്നത് ഈ സത്യ ആരാധനയിൽ വന്നുപെടാൻ ഭാഗ്യം ലഭിച്ചത് കൊണ്ടാണ്. അത് മനസ്സിലാക്കി ഒരു സ്തോത്രം ചെയ്യാമോ? ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ സത്യാരാധനയ വന്നുപെട്ട് കഴിഞ്ഞിട്ട് 66 പുസ്തകമൊന്നും കാണാതെ പഠിക്കണ്ട, വലിയ തിയോളജി ഒന്നും പഠിക്കണ്ട. പ്രൈസ് ഗോഡ്. ഇന്നാരെന്ത് പറഞ്ഞിരിക്കുന്നു, ഇന്നാരെന്ത് പറഞ്ഞിരിക്കുന്നു, ഗ്രീക്കിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, ഹീബ്രുവിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, ഇതൊന്നും നീ പഠിക്കണ്ട. വലിയ സ്കോളറൊന്നും ആകണ്ട. കാരണം ഒരു സ്കോളറും പഠിപ്പിക്കാനില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്. ഒരു ബൈബിൾ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാനില്ലായിരുന്നു. ഒരു നല്ലൊരു പ്രസംഗം കേൾക്കാൻ സൗകര്യമില്ലായിരുന്നു. ഈ ടി വിയിലൊന്നും അതുപോലെ പ്രസംഗങ്ങളില്ലായിരുന്നു. റേഡിയോയിൽ പോലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒന്ന് ട്യൂൺ ചെയ്താൽ അത് പൊട്ടിച്ചീറി മുഴുവനും കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെ ദൈവവചനം കേൾക്കാൻ ദുർലഭമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ മുമ്പോട്ട് വന്നത്. എന്നാൽ ഒരു കാര്യമുണ്ട്, കേട്ട വചനം വിശ്വാസമായി പരിണമിക്കത്തക്കവണ്ണം, ഉപകാരമായി തീരത്തക്കവണ്ണം നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കട്ടെ. അധികം കേൾക്കണ്ട, കേട്ടത് മതി. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ വലിയ ബൈബിൾ ക്ലാസ് ഒന്നും കേട്ടിട്ടില്ല, ഞാൻ വലിയ സ്കോളറുമില്ല, ഒരു ബൈബിൾ കോളേജിലും പഠിച്ചിട്ടുമില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ ദൈവത്തെ പോലൊരു ദൈവമില്ല. ഈ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ ഇതിനേക്കാൾ വലിയൊരു പദവിയില്ല. തിയോളജി അറിഞ്ഞിട്ടല്ല, വേദപുസ്തകം കാണാതെ പഠിച്ചിട്ടല്ല, 66 പുസ്തകം പോലും അറിയത്തില്ലായിരുന്നു. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവനാണ് നസ്രയനായ യേശു. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. യേശുവെ പോലാരുമില്ല, ഇല്ല, യേശുവെ പോലാരുമില്ല, ഇല്ല, യേശുവെ പോലാരുമില്ല, ഇല്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. ദൂതത്തിൻ പാദങ്ങളാ
അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ, അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ. യേശുവെ പോലാരുമില്ല, ഇല്ല. യേശുവെ പോലാരുമില്ല, ഇല്ല. യേശുവെ പോലാരുമില്ല, ഇല്ല. യേശുവെ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ്. ഓ സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാണ്. ദൂതന്മാരെ ഭോജനത്താലെ ജനത്തെ പോഷിപ്പിച്ചു. ദൂതന്മാരെ ഭോജനത്താലെ ജനത്തെ പോഷിപ്പിച്ചു. അങ്ങേ പോലെ ആരുമില്ല ജനത്തെ സ്നേഹിച്ചിടാം. അങ്ങേ പോലെ ആരുമില്ല ജനത്തെ സ്നേഹിച്ചിടാം. യേശുവെ പോലാരുമില്ല, ഇല്ല. യേശുവെ പോലാരുമില്ല, ഇല്ല. യേശുവെ പോലാരുമില്ല, ഇല്ല. യേശുവെ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ 66 പുസ്തകം ഉണ്ടെന്ന് അറിയത്തില്ല. വേദപുസ്തകത്തിലെ പഴയ നിയമം പുതിയ നിയമത്തിൽ വലിയ വിഷയം അറിയത്തില്ല. ആകപ്പാടെ അറിയാവുന്നൊരു കാര്യം, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചത് യേശുവാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർ ഒറ്റ അറിവ്, എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. അവർ ഒറ്റ അറിവ് പല പല എതിർപ്പുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനിടയായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ വേദപുസ്തകം കാര്യമായിട്ട് അറിയത്തില്ലെന്ന്. ഞാൻ എൻ്റെ ആദ്യത്തെ വേദപുസ്തകത്തിനകത്ത് അണ്ടർലൈൻ ചെയ്ത വാക്യങ്ങൾ കേട്ടാൽ ചിരി വരും. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവുകൾക്ക് ആകാശമുണ്ട്, മനുഷ്യത്തിന് തല കായ്ക്കാൻ ഇടമില്ല. നാടകമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വാക്യങ്ങളൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തിയോളജിയുമായിട്ട് തന്നെ ഒരു ബന്ധവുമില്ലായിരുന്നു. എനിക്ക് കിട്ടിയ അറിവിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണെന്ന് മനസ്സിലാക്കി ഞാൻ അണ്ടർലൈൻ ചെയ്തത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായ ഒരു അറിവ് എൻ്റെ ഹൃദയത്തിൽ തന്നു. ആരാധിക്കാൻ കൊള്ളാവുന്നൊരു ദൈവമുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു ദൈവമുണ്ടെങ്കിൽ അത് നസ്രയനായ യേശു മാത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. അന്ന് ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. തലമുടിയെല്ലാം നീട്ടി വളർത്തി, പ്രൈസ് ഗോഡ്, കാലിലെ കൊമ്പമീശയൊക്കെ വെച്ച് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഒരു വികൃത രൂപമായിരുന്ന എനിക്ക് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ അവസ്ഥയിൽ ഒരു കാര്യം വെളിപ്പെട്ട് കിട്ടി. ആരാധിക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ട്. ഞാൻ പെർഫെക്റ്റ് ആയിട്ടല്ല, ഞാൻ എൻ്റെ ഹല്ലേലൂയ വിശ്വാസത്തിൽ ഉറച്ചിട്ടല്ല, കാര്യങ്ങൾ അധികം മനസ്സിലാക്കിയിട്ടല്ല, എല്ലാ കുറവുകളോടും കൂടെ ഞാൻ ആയിരിക്കുമ്പോൾ തന്നെ ഒരു വെളിപ്പാട് കിട്ടി. ആരാധിക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ട്. ദൈവവൈതലേ, ആ വെളിപ്പാട് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ചവനെ സ്തുതിച്ച് ആരാധിക്കുക. ആരാധിക്കാൻ കൊള്ളാവുന്ന ഒരുവനേ ഉള്ളൂ. ആമേൻ. ഇപ്പൊ മനസ്സിലായി, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധങ്ങളായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത്, അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു. ദൈവത്തിന്റെ വെളിപ്പാട് പ്രോഗ്രസീവ് ആണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം, ആദ്യം കിട്ടിയ വെളിപ്പാടിന് ഘടകവിരുദ്ധമായൊരു വെളിപ്പാട് പിന്നെ കിട്ടത്തില്ല. പ്രോഗ്രസീവ് ആണ്, മുകളിലോട്ട് കയറുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ എന്തൊക്കെ വായിച്ചാലും എന്തൊക്കെ കേട്ടാലും ഈ ഒരു അടിസ്ഥാന വിശ്വാസത്തിന് മാറ്റമില്ല. ആരാധിക്കാൻ കൊള്ളാവുന്ന ഒരുവനെ ഞാൻ കണ്ടെത്തി, യേശുവിലൻ പ്രിയനെ ഞാൻ കണ്ടെത്തി, യേശുവിലൻ തോഴനെ ഞാൻ കണ്ടെത്തി, ഒരു വിടുതൽ ഞാൻ കണ്ടെത്തി, ആരാധിക്കാൻ കൊള്ളാവുന്നവനെ കണ്ടെത്തി, ഒരു വീണ്ടെടുപ്പുകാരനെ കണ്ടെത്തി, രോഗങ്ങൾ സൗഖ്യമാക്കാൻ കഴിയുള്ളവനെ കണ്ടെത്തി, മനുഷ്യന്റെ കഷ്ടപ്പാടിന് അതിരി വരുത്താൻ കഴിയുള്ളവനെ കണ്ടെത്തി, എല്ലാ വിധത്തിലും ദൈവത്തിന്റെ ജനത്തെ വിടുവിക്കാൻ കഴിവുള്ള ഒരു യേശുവിനെ ഞാൻ കണ്ടെത്തി. ആ തിയോളജിക്ക് മാറ്റം വന്നിട്ടില്ല. അതിന്റെ പുറത്താണ് പണിയുന്നത്.
അല്ലാതെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ബാക്കിയുള്ളതെല്ലാം അടിസ്ഥാന വിരുദ്ധത്തിന് ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി വരുമ്പോൾ നിങ്ങളത് നോക്കല്ലേ, കാണല്ലേ, കേക്കല്ലേ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളെ ആരാധിക്കാനും വിളിച്ചൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് തന്ന ചില അനുഭവങ്ങളുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ ചില വെളിപ്പാടുകളുണ്ട്. ആ വെളിപ്പാടിന് വിരുദ്ധമായി എന്ത് വെളിപ്പാട് വന്നാലും അതിനെ ശാസിച്ചകറ്റുവാൻ ദൈവജനത്തിന് സാധിക്കും. അങ്ങനെയുള്ളൊരു അനുഭവം ഈ നാളുകൾ ഉണ്ടായേ പറ്റൂ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എന്തൊക്കെ തന്നാലും ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രൈസ് ഗോഡ്. മീഖള് രാജകുമാരി, ശൗൽ രാജാവിൻ്റെ മകള്, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. ദാവീദിനോട് നിന്ദിച്ചുകൊണ്ട് ചോദിച്ചു, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിന്നെപ്പോലെ ഒരുത്തൻ എൻ്റെ ഭർത്താവായിട്ട് കിട്ടിയല്ലോ എന്നർത്ഥം. ഇസ്രായേൽ കന്യകമാരുടെ മുമ്പിൽ തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രായേൽ രാജാവ് എത്ര മഹാനാ. ദാവീദ് തൻ്റെ രാജകീയ വസ്ത്രം മാറ്റിവെച്ച് പഞ്ഞിനൂൽ അങ്കി ധരിച്ചുകൊണ്ട് അന്ന് പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ മീഖളിന് പിടിച്ചില്ല. ചിലർക്കൊന്നും പിടിക്കത്തില്ല. നീ അത് നോക്കണ്ട കേട്ടോ. നീ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ദാവീദ് പറഞ്ഞതുപോലെ തള്ളയാടുകളെ മേയ്ക്കുന്ന അനുഭവത്തിൽ നിന്ന് എന്നെ വിളിച്ച് വേർതിരിച്ച് ഇതുവരെ കൊണ്ടുവന്ന ദൈവം, ആ ദൈവത്തെ ഇനിയും ഞാൻ ആരാധിക്കും. ഇതിനേക്കാൾ ഹീനമായി ഞാൻ ആരാധിക്കും. ആമേൻ. അപ്പൊ അടിസ്ഥാനപരമായ ഒരു വെളിപ്പാട്, ആ വെളിപ്പാടാണ് മനുഷ്യൽ ആശ്രയിക്കുന്നതിനേക്കാൾ, മനുഷ്യ സഹായിക്കാൻ കഴിയുന്ന മനുഷ്യത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് എഴുതിച്ചത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് സ്തോത്രം. ആ വെളിപ്പാട് വർദ്ധിച്ച് വർദ്ധിച്ച് ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയാം. ആമേൻ. നമ്മൾ ഈ കണ്ട ആരാധനയിലൊക്കെ ആമേൻ ഹല്ലേലൂയ ഒരു ചലനമുണ്ട്. ഒന്ന് ഒരു സ്ഥലത്ത് പറക്കുന്നു, വേറെ സ്ഥലത്ത് കിരീടങ്ങൾ താഴെയിട്ട് നമസ്കരിക്കുന്നു, മൂന്നാമത്തെ സ്ഥലത്ത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാവിഷാദന ഘോഷം പോലെ അങ്ങ് ആരാധനയുടെ ഹല്ലേലൂയ ശബ്ദം മുഴങ്ങുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതിൻ്റെ ഒരു റിഹേഴ്സലാണ് ഇവിടെ നമ്മൾ അല്പമായിട്ട് നടത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ഈ റിഹേഴ്സൽ നീ പഠിച്ചു പഠിച്ചു പഠിച്ച് ഒടുവിൽ എവിടെ ചെന്നെത്തുന്നു അറിയാമോ? 24 മണിക്കൂറും, all 24 hours, നിത്യത മുഴുവൻ അർക്കപ്പെട്ട കുഞ്ഞാടേ നീ യോഗ്യൻ 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 എന്ന് പറഞ്ഞുകൊണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം 5-ാം അധ്യായത്തിൽ കണ്ട കാഴ്ച എന്നാണെന്നറിയാമോ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. മൂപ്പന്മാര് തങ്ങളുടെ കിരീടങ്ങളെ താഴെ ഇട്ടു. എവിടെ നിന്ന് എടുത്ത് താഴെ ഇട്ടു? കിരീടം എവിടെ നിന്നായിരിക്കും? തലയിലായിരുന്നു. അപ്പോൾ കിരീടം തലയിൽ വെച്ചു, എടുത്ത് താഴെ ഇട്ടു, എന്നിട്ട് നമസ്കരിച്ചു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന്റെ സുഖത്തിന് മുമ്പിൽ ഇടുക, വയ്ക്കുകയല്ല, എടുത്തങ്ങ് ഇട്ടു, നമസ്കരിച്ചു. പ്രൈസ് ഗോഡ്. 19-ാം അധ്യായത്തിലോ വെളിപ്പാട് 19 വീണ്ടും അവിടെ തന്നെ ഇതിന് വായിക്കുക, ആ ഭാഗം എടുക്കുക, വാക്യം 4-ാം വാക്യം. 24 മൂപ്പൻ 19:4 വെളിപ്പാട് 19:4. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആദ്യം കിരീടങ്ങളെ ഇടും, പിന്നെ വീണ് നമസ്കരിക്കുന്നു. 5-ാം അധ്യായം തൊട്ട് 19-ാം അധ്യായത്തിൽ വന്നിട്ടും ആരാധനയുടെ സ്റ്റൈല് മാറിയില്ല. മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അവിടെ 24 മൂപ്പന്മാർക്കും കൊടുത്ത കിരീടമുണ്ട്. അത് തലയിലോട്ട് വയ്ക്കുമ്പോൾ അവർക്ക് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ വലിയ ഗമയ്ക്ക് ഇരിക്കാൻ നോക്കുമ്പോൾ ആ കുഞ്ഞാടിനെ കാണുന്നത്. കുഞ്ഞാടിനെ കാണുമ്പോൾ മനസ്സിലാകും ഇത് എൻ്റെ തലയിൽ വെക്കാൻ പറ്റത്തില്ല, എടുത്ത് താഴോട്ടിടും. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ എടുത്ത് തലയിൽ വയ്ക്കുമായിരിക്കും. പിന്നെ നോക്കുമ്പോൾ കുഞ്ഞാടിനെ കാണുമ്പോൾ ഇത് താഴോട്ടിടും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കുഞ്ഞാടിനെ കണ്ട് ആരാധിക്കുന്നവന് കിരീടവും വെച്ചിരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞാടിനെ കണ്ട് ആരാധിക്കുന്നവന് സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞാടിനെ കണ്ട് ആരാധിക്കുന്നവന് ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ ഹല്ലേലൂയ. ഈ തലമുടിയൊക്കെ വളർത്തി
വികൃത രൂപത്തിലായിരുന്ന സമയത്ത് ആരാധനയ്ക്ക് ഇറങ്ങി നിന്നാൽ, ആരാധനയ്ക്ക് ചെന്നിരുന്നാൽ തുടക്കം തൊട്ട് അവസാനം വരെ ഈ അനങ്ങാതെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. ഇന്ന് 42 വർഷമായി കർത്താവിനെ കണ്ടുമുട്ടിയിട്ട് ഇന്നും ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അനങ്ങാതിരിക്കാൻ പറ്റത്തില്ല. ഈ കിരീടം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കിരീടങ്ങൾ താഴെയിട്ട് കവിണ്ണ് വീണ് ആരാധിക്കുന്ന ദൈവത്തെ, ഭൂപ്പന്മാർ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ വെളിപ്പാട് വേണം, വെളിപ്പാട് വേണം, വെളിപ്പാട് വേണം. സത്യ ദൈവത്തെ കുറിച്ച്, ശക്തനായ ദൈവത്തെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച്, ദൈവത്തിന്റെ കുഞ്ഞാടിനെ കുറിച്ച് യഥാർത്ഥ വെളിപ്പാട് വേണം. നിന്റെ കണ്ണ് കുരുടാകല്ലേ, നിന്റെ കണ്ണ് കുരുടാകല്ലേ, നിന്റെ കണ്ണ് കുരുടാകല്ലേ. പ്രൈസ് ഗോഡ്. അനേകരുടെ കണ്ണ് കുരുടായിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രൈസ്, എനിക്കറിയാം ഒരു കാലത്ത് ശക്തമായി ആരാധിച്ചിരുന്ന പലർക്കും ഇന്ന് ആരാധിക്കാൻ പറ്റത്തില്ല. കണ്ണ് കുരുടായി. ഒരു കാലത്ത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ ആരാധനയ്ക്ക് വേണ്ടി ഉച്ചത്തിൽ ഘോഷത്തോടെ നിന്നിരുന്ന പലർക്കും ഇന്ന് സാധിക്കുന്നില്ല. കണ്ണുകുരുടായി, വെളിപ്പാട് മങ്ങി. വചനത്തെക്കുറിച്ചും ആഴത്തിനെക്കുറിച്ചും അല്ല, ദൈവത്തിന്റെ സ്തോത്രം, പരിശുദ്ധാത്മാവിൽ പുത്രനെ കുറിച്ചുള്ള, യേശുവിനെ കുറിച്ചുള്ള, ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവമക്കളെ, ജീവൻ പോയാൽ ഞാൻ കർത്താവിനെ ആരാധിക്കുമെന്ന് ചിന്തിച്ച് ഉറപ്പിക്ക്. ഇന്ന് പകൽക്കാലം ഉറപ്പിക്ക്. പാടും ഞാൻ യേശുവിനു ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. ഹല്ലേലൂയ. ജീവൻ പോകുന്നത് വരെ നന്ദിയോടെ ഞാൻ ഈ ദൈവത്തെ ആരാധിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിൻ്റെ കൂടെ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. മറ്റൊരു കാര്യം കൂടെ ഉറക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞോണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ സ്നേഹിച്ച് ആരാധിക്കുവാൻ, ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആഗ്രഹിക്കുന്ന എന്നെ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് യാതൊരു ശക്തിക്കും വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ മറ്റു യാതൊരു ശക്തിക്കോ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല. റോമാലേഖനം 8-ാം അധ്യായം, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അതിൻ്റെ ആമേൻ 34 മുതൽ. ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. സത്യമാണോ? സത്യമാണോ? എങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എങ്ങനാ? മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്തണം. ദുരുപദേശത്തിനോ. മനസ്സിലായോ? ഇതും കൂടെ ചേർക്കണം. കാരണം ഈ നാളുകളിൽ ദുരുപദേശങ്ങൾ അങ്ങനെ അങ്ങ് അലയടിക്കുകയാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിപ്പാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈയിടെ ഒരു വലിയ തർക്കം ഞാൻ ഈയിടെ പത്രത്തിൽ വായിച്ചത്. യേശു ക്രിസ്തു ആണാണോ പെണ്ണാണോ? ഒരു തർക്ക വിഷയമാണിപ്പോ. യേശു ക്രിസ്തു ആണാണോ പെണ്ണാണോ? ആണെന്ന് പറഞ്ഞാലും പെണ്ണെന്ന് പറഞ്ഞാലും അപ്പൊ ദൈവം ആണോ പെണ്ണാണോ? ദൈവമക്കളെ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ വന്ന് തലമണ്ടയ്ക്കകത്ത് കയറിയിട്ട് മനുഷ്യനെ മത്ത് പിടിച്ച പോലെ ആകുന്ന സമയമായി. മത്ത് പിടിച്ച പോലെ. അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് മാറാതിരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ഒരു വിശ്വാസം നിന്നെ ഭരിക്കണം.
ആ ഭരിക്കുന്ന വിശ്വാസത്തിൽ ഒരു കാര്യം തീർത്ത് മനസ്സിലാക്കണം. നിന്നെ രക്ഷിച്ചത് എന്തിനാ? നീ സ്ഥാനപ്പെട്ടത് എന്തിനാ? നീ വേർപെട്ടത് എന്തിനാ? യാക്കോബ സഭ വിട്ട എന്തിനാ? പെന്തിക്കോസ്ത് അവർ വന്നത് എന്തിനാ? കത്തോലിക്ക സഭ വിട്ട എന്തിനാ? മറ്റ് വിശ്വാസങ്ങൾ വിട്ടത് എന്തിനാ? ജോലി വിട്ടത് എന്തിനാ? ബിസിനസ് നിർത്തിയത് എന്തിനാ? എല്ലാം ഉപേക്ഷിച്ചത് എന്തിനാ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്തിമമായിട്ട് എവിടെ എത്തുന്നു എന്നുള്ളത് നോക്കിയ കാര്യം മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് പറയാം. അന്തിമമായിട്ട് ഇതെല്ലാം ചെയ്തത് നിത്യതയിൽ അവനെ ആരാധിക്കാൻ, അവനെ അല്ലെങ്കിൽ അവനെ ആരാധിക്കാൻ. അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം അവനെ ആരാധിക്കാൻ. അവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുന്നതിൽ നിന്ന് നിന്നെ പുറകോട്ട് വിളിച്ചു പറ്റുന്ന ഒരു ഉപദേശത്തെയും പിൻപറ്റാൻ അനുവദിക്കല്ലേ. നിന്റെ തലയ്ക്കകത്ത് കയറാൻ സമ്മതിക്കല്ലേ. ദൈവത്തെ ആരാധിക്കുക. ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുക. കരങ്ങൾ ഉയർത്തി ആരാധിക്കുക, കരങ്ങൾ അടിച്ച് ആരാധിക്കുക, നൃത്തം ചെയ്ത് ആരാധിക്കുക, പാടി ആരാധിക്കുക, സ്തുതിച്ച് ആരാധിക്കുക, അന്യ ഭാഷയിൽ ആരാധിക്കുക. എങ്ങനെയൊക്കെ ആരാധിക്കാമോ അങ്ങനെ എല്ലാം ആരാധിക്കുക. ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കാൻ മറക്കല്ലേ, ആരാധിക്കാൻ മറക്കല്ലേ. ആമേൻ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അൾട്ടിമേറ്റ്ലി നിന്നോട് ചോദിക്കുന്ന ചോദ്യം എന്നാണെന്നറിയാമോ? അവസാനമായിട്ട് എല്ലാം കൂടെ അരിച്ചു കുറിക്കാൻ നിന്നോട് ചോദിക്കുന്ന ചോദ്യം എന്നാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, നിനക്ക് ബിംബത്തെ നമസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ? ദിസ് ഈസ് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. നീ ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ടതിന് പകരം അതിനൊരു മാറ്റം വരുത്താൻ പറ്റുമോ ഇല്ലയോ? ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കേണ്ടവനെ ആരാധിക്കുന്നതിന് പകരം അതിനൊരു ചേഞ്ച് വരുത്താൻ പറ്റുമോ ഇല്ലയോ? അൾട്ടിമേറ്റ്ലി ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇതാണ് ചോദ്യം. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദാനിയേലിനിട്ട ചോദ്യവും ഇത് തന്നെ. അല്പം രൂപപ്പെടുത്തി, അല്പം മാറ്റം വരുത്തി. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോയോട് ചോദിച്ചു, ഈ ബിംബത്തെ നമസ്കരിക്കാമോ? ഇല്ല. തീച്ചൂളയിൽ പോകും, എന്നാലും ഇല്ല. 7 മടങ്ങ് ചൂട് പിടിപ്പിക്കും, എന്നാലും ഇല്ല. പ്രൈസ് ഗോഡ്. എന്റെ കയ്യിൽ നിന്നും ഈ നിന്റെ ദൈവത്തിന് വിടിവിക്കാൻ കഴിയുമോ? പ്രതിവാദം പറയാൻ പോലും ഉള്ള വിഷയമല്ല ഇത്. ഇത് ചർച്ചയ്ക്കുള്ള വിഷയമല്ല. ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന വിഷയമാണ്. ഞങ്ങളുടെ ചെറുപ്രായം മുതൽ ഞങ്ങൾ മനസ്സിലാക്കിയ സത്യമാണ്. ഈ ദൈവത്തെ അല്ലാതെ ആരാധിക്കുന്ന പ്രശ്നമില്ല. ശദ്രക്ക്, അബേദ്നെഗോവേ, മേ വ്രതല ബഹത്തുല ജബനെ ദലകല ഹത്തുല ദൗഡ ശൗഡ രഗതക ദഗന. ആമേൻ. വിശ്വാസത്തിൽ വന്ന ദിവസം തൊട്ട് അകത്ത് കയറിയ വിഷയം ഇതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് ദാനിയേലിനും വന്ന ശോധന സെയിം, വേറൊരു വിധത്തിലല്ല. ഇച്ചിരി മാറ്റമുണ്ട്. എന്തോ മാറ്റം എന്നറിയാമോ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനോട് പ്രൈസ് ഗോഡ് ജീവനില്ലാത്ത സ്വർണം കൊണ്ടുള്ള ബിംബത്തെ നമസ്കരിക്കാൻ പറഞ്ഞെങ്കിൽ പ്രൈസ് ഗോഡ് ദാനിയേലിനോട് പറഞ്ഞു, അധികാരമുള്ള, കൽപ്പന പുറപ്പെടുവിക്കാൻ അധികാരമുള്ള, ബന്ധിക്കാൻ അധികാരമുള്ള, അഴിച്ചുവിടാൻ അധികാരമുള്ള, സിംഹക്കുഴിയിൽ ഇടാൻ അധികാരമുള്ള, സിംഹക്കുഴി പൂട്ടി പ്രൈസ് ഗോഡ് മുദ്ര വയ്ക്കാൻ അധികാരമുള്ള, പ്രൈസ് ഗോഡ് നിന്നെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിക്കാനും അധികാരമുള്ള, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. മേദ്യ പാർസ്യ നിയമത്തിന്റെ നീക്കം വരാത്ത നിയമത്തിന്റെ അനുശാസനം അനുസരിക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അധികം നാളൊന്നും വേണ്ട, 30 ദിവസത്തേക്ക് മതി. 30 ദിവസത്തേക്ക് മതി, അധികം നാളൊന്നും വേണ്ട. ദാനിയേലിനും വിഷയം ആരാധനയുടെ കാതലായ വിഷയം തന്നെ. ആമേൻ. പ്രാർത്ഥനയിൽ മാറ്റം വന്നാൽ ആരാധനയിൽ തന്നെ മാറ്റം വരും. മനസ്സിലായോ? പ്രാർത്ഥനയ്ക്കകത്ത് മാറ്റം വന്നാൽ ആരാധനയിൽ തന്നെ മാറ്റം വരും. മനസ്സിലാക്കി ശത്രു ദാനിയേലിനെ വെല്ലുവിളിച്ചു. ദാനിയേൽ എന്തെന്നറിയാമോ? രേഖ വിരോധമായി എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ, കേട്ടപ്പോൾ നേരെ തൻ്റെ വാസസ്ഥലത്തിലേക്ക് ചെന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ 2ാം നില മാളികമുറിയായിരുന്നു. പ്രൈസ് ഗോഡ്. ആ മാളികമുറി പ്രാർത്ഥനയ്ക്ക് വേർതിരിച്ച മാളികമുറിയായിരുന്നു. ആ മാളികമുറിയിലോട്ട് പതിവ് പോലെ അങ്ങോട്ട് ചെന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പതിവ് പോലെ തന്നെ യെരുശലേമിൻ്റെ നേരെ വചനപ്രകാരം പ്രൈസ് ഗോഡ് ശലോമോൻ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ
കർത്താവേ, ലോകത്തെ എവിടെ വിശ്വാസത്തിൽ നിന്ന് ലോകത്തിൽ എവിടെ പ്രവാസത്തിലേക്ക് ജനം പോയാലും അവർ കഷ്ടത്തിലും പ്രയാസത്തിലും പ്രതികൂലത്തിലും ആയിരിക്കുമ്പോൾ അവർ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന്, അവർ ആയിരിക്കുന്ന ദേശത്ത് നിന്ന് ഈ ആലയത്തെ നോക്കി പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണം എന്ന് വചനപ്രകാരം, ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദാനിയേൽ ചെന്ന് തൻ്റെ മാളികമുറിയുടെ വാതില് യെരൂശലേമിന് നേരെ അങ്ങോട്ട് തുറന്നിട്ടു. വേണമെങ്കിൽ അത് അടച്ചിടാമായിരുന്നു. ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് ആർക്കും കാണാതെ കണ്ട് പ്രാർത്ഥിക്കാമായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവചനം വായിച്ചാൽ മതി. ദാനിയേൽ പ്രവചനം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിനു നേരെ തുറന്നിരിക്കുന്നു. യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. അതവിടെ പ്രത്യേകം എഴുതിയെന്നറിയാമോ? ഒരു ഒളിച്ചു പ്രാർത്ഥന ദാനിയേലിന് വേണ്ടായിരുന്നു. ഒരു രഹസ്യ പ്രാർത്ഥന ദാനിയേലിന് വേണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദാനിയേല് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നുവോ, ഇന്നലെ വരെ എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നുവോ, അതുപോലെ തന്നെ തൻ്റെ വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു മാറ്റവും വരുത്താതെ തുടരാൻ തീരുമാനിച്ചു. എന്തിനെന്നറിയാമോ? ആരെല്ലാം എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നാലും ദാനിയേലിന്റെ ഉള്ളിൽ അടിസ്ഥാനപരമായി ഒരു വചനമുണ്ട്. ജനം ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ നീ കേട്ട് ഉത്തരം അരുളണം. ദൈവമക്കളെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് വചനമുണ്ട്, നിന്റെ ആരാധനയ്ക്ക് വചനമുണ്ട്, നിന്റെ വിശ്വാസത്തിന് വചനമുണ്ട്, നിന്റെ വിശുദ്ധിക്ക് വചനമുണ്ട്, നിന്റെ ജീവിതത്തിന് വചനമുണ്ട്. ആ വചനത്തിന് വിരുദ്ധമായി വരുന്നതൊന്നും തലയ്ക്കകത്ത് കേറല്ലേ, നിന്റെ തലയ്ക്കകത്ത് കേറല്ലേ, ഹൃദയത്തിനകത്ത് കേറല്ലേ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അതിന് വിരുദ്ധമായത് തലേ കേറല്ലേ. ആര് കയറ്റിയാലും കേറല്ലേ. രാജാവിന്റെ മാറ്റമില്ലാത്ത കൽപ്പന വന്നാലും കേറല്ലേ. പ്രൈസ് ഗോഡ്. ദാനിയേല് തുറന്നിട്ടു, യെരൂശലേമിന് നേരെ തന്നെ തുറന്നിട്ടു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി. കുറയ്ക്കാൻ പോയില്ല. വേണമെങ്കിൽ രാത്രി മാത്രമാക്കാമായിരുന്നു, ഉച്ചയ്ക്ക് വേണ്ടെന്ന് വെക്കാമായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ അതിന് സംഭവിച്ചതിന് അടുത്ത വാക്യം, തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്ന് ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. എങ്ങനെ കണ്ടു കാണും? ഉടനെ എങ്ങനെ കണ്ടു കാണും? തുറന്നിട്ടിരിക്കുന്ന ജനാലയിൽ. ദൈവമക്കളെ, അന്നും ഇന്നും എന്നും ടെസ്റ്റ് വരുന്നത് ആരാധന വിഷയത്തിൽ മാത്രം. നിന്റെ ആരാധനയിൽ കോംപ്രമൈസ് ചെയ്യാൻ നിനക്ക് സാധിച്ചാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ജീവിക്കാം. ഇല്ലെങ്കിൽ പരലോകത്തിൽ പോയി ആരാധിച്ചോ. ഇതാ ചോദ്യം. അന്നേരം പറയണം, എനിക്ക് ആമേൻ ഇവിടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യം എനിക്കറിയാം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞൊരു മാർഗം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞൊരു മാർഗം. അതാണ് എൻ്റെ മാർഗം, അതാണ് എൻ്റെ മാർഗം, അതാണ് എൻ്റെ മാർഗം, അതാണ് എൻ്റെ മാർഗം. ആമേൻ, ഹല്ലേലൂയ. ഏതായാലും ഞാനൊരു കാര്യം പറയാം. 62 വയസ്സായി. നീ ഇത്ര നാൾ ജീവിക്കുമോ? ഇല്ലല്ലോ. ഈ 62 വയസ്സ് വരെയും ഗുണം തന്ന ദൈവത്തിന് വേണ്ടി ഒരു കൊല്ലം ജീവിച്ചുള്ളെങ്കിലും മര്യാദക്ക് ജീവിച്ചങ്ങ് പോയാൽ പോരെ. പ്രൈസ് ഗോഡ്. ഇനിയുള്ള നാളുകളിൽ പ്രൈസ് ഗോഡ്, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, യേശുവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് അവനെ ഒന്ന് ആരാധിക്ക്. നിന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം മനുഷ്യപുത്രനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്നുള്ള വെളിപ്പാട് കിട്ടിക്കഴിയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇന്നത്തെ സങ്കീർത്തനത്തിന്റെ 28-ാം വാക്യം നമ്മൾ പറയും, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. പ്രൈസ് ഗോഡ്. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ നിൽക്കുമ്പോൾ നിനക്ക് അനുഭവങ്ങൾ കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കും. 5-ാം വാക്യം, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. ഞെരുക്കത്തിൽ ഞാൻ ഈ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, ദൈവത്തെ എന്നെ വിശാല സ്ഥലത്താക്കി. 21-ാം വാക്യം, നീ എനിക്ക് ഉത്തരമരുളി എന്റെ രക്ഷയായി തീർന്നിരിക്കയാൽ
ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എനിക്ക് ഉത്തരമരളി, എൻ്റെ രക്ഷയായി തീർന്നിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പൊ ഈ കഴിഞ്ഞ നാളുകളിൽ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ പിടിപ്പിച്ചതെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചേക്കണം. ഇതിനെന്നറിയാമോ? ഞെരുക്കത്തിൽ വരുമ്പോൾ സ്തോത്രം ചെയ്യാം. വിശാലതയിലിരിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, വിശാലതയിലിരിക്കുമ്പോൾ ലഭിക്കുന്ന നന്മകൾ, വിശാലതയിലിരിക്കുമ്പോൾ ലഭിക്കുന്ന എല്ലാം ബുദ്ധിയിൽ സൂക്ഷിച്ചു വെക്കണം, ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കണം. എന്തിനെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ എനിക്ക് ഉത്തരമരുളി, നീ എന്നെ വിടുവിച്ചു, അതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ മനുഷ്യപുത്രനിൽ ആശ്രയിക്കാൻ പോകത്തില്ല, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാൻ പോകത്തില്ല. നീ എനിക്ക് രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 118 8 മുതൽ 14 വരെയുള്ള വാക്യം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ എന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തി പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീർന്നു. ഇങ്ങനെ വേണം കാര്യങ്ങളിലേക്ക് പോകാൻ. പാതാളത്തിന് ആടുകളായി മൃത്യു മേച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് എന്നെ ജീവൻ അവകാശിയാക്കി, നിത്യജീവൻ അവകാശിയാക്കി. അതുകൊണ്ട് അവനെൻ്റെ ബലം, എൻ്റെ കീർത്തനം, അവനെ രക്ഷയായും തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ 15-ാം വാക്യം, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. അതായത് നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം വന്നത് എൻ്റെ ദൈവത്തിന്റെ കൈ ഉയർന്നിരിക്കുന്നത് കൊണ്ടാണ്, എൻ്റെ ദൈവത്തിന്റെ കൈ വീര്യം പ്രവർത്തിച്ചത് കൊണ്ടാണ്. കഴിഞ്ഞ നാളുകളിൽ നിന്റെ വീട്ടിൽ അലമുറ ഉയരേണ്ട സ്ഥാനത്ത്, നിന്റെ ജീവിതത്തിൽ ദുഃഖവും പ്രൈസ് ഗോഡ് നിരാശയും പരിഭ്രമവും ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം കൊണ്ട് നിന്റെ വീട് നിറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നിന്റെ അടുക്കള നിറഞ്ഞിരിക്കുന്നത് എന്തറിയാമോ? നിന്റെ ബെഡ്റൂം നിറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നിന്റെ ഡ്രോയിങ് റൂം നിറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ഇന്ന് നിന്റെ വീട്ടിൽ സന്തോഷത്തിനെയും ആനന്ദത്തിനെയും ശബ്ദം ഉയരുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട്, ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട്, ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട് എനിക്ക് പ്രതീക്ഷിക്കാത്തൊരു ജീവിതം ദൈവം തന്നു. ഞാൻ പ്രതീക്ഷിക്കാത്തതൊക്കെ എനിക്ക് തന്നു, ഞാൻ അർഹിക്കാത്തത് എനിക്ക് തന്നു. എനിക്ക് കുടുംബത്തിൽ തന്നു, എൻ്റെ പഠിത്തത്തിൽ തന്നു, എൻ്റെ ജോലിയിൽ തന്നു, എൻ്റെ ജീവിതത്തിൽ തന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവേ, ഞാൻ ചോദിച്ചതല്ല, ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ഇത്രത്തോളം ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്നുള്ളൂ. ധ്യാനിച്ചുപാട്, ഇന്ന് നീ അനുഭവിക്കുന്ന നന്മകൾ ധ്യാനിച്ചുപാട്. ഞാനും എൻ കുടുംബവും എന്നുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ
ദൈവസന്നിധി വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ ഞാൻ ദൈവം ചെയ്യുന്ന നന്മകളെ വീട്ടിൽ നിന്നാണെങ്കിലും ചില സമയത്ത് ഇങ്ങനെ ഓർത്ത് ധ്യാനിച്ച് കഴിയുമ്പോൾ അറിയാതെ തുള്ളിച്ചാടി കൈകൊട്ടി ദൈവത്തെ ആരാധിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ആമേൻ. നിന്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്തത് ഓരോന്നും, എണ്ണി തീർത്താൻ കഴിയാത്തവണ്ണം ചെയ്തത് ഓരോന്നും ഓർക്കുമ്പോൾ എങ്ങനെ അടങ്ങിയിരിക്കാൻ സാധിക്കും? എങ്ങനെ അടങ്ങിയിരിക്കാൻ സാധിക്കും? നന്ദിയുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നന്ദി ഉണ്ടെങ്കിൽ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവത്തെ ആരാധിച്ച് കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? വലം കൈ ഉയർന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 17-ാം വാക്യം. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. 19-ാം വാക്യം. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവിൻ, ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. നീതിയുടെ വാതിൽ തുറന്നു കിട്ടിയാൽ എന്ത് ചെയ്യും? അതിൽ കൂടെ കടന്ന് ചിലർക്ക് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ ആരാധന കുറയുക. എനിക്കറിയത്തില്ല. ദൈവം നീതിയുടെ വാതിലൂടെ കടത്തി എത്തേണ്ടാത്ത പൊസിഷനിൽ എത്തിയാൻ സാധ്യതയില്ലാത്ത പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആരാധന വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ ഹല്ലേലൂയ ചില കവലയിലൊക്കെ ചെല്ലിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ അങ്ങ് ഇരിക്കുക. എങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്. ദൈവം ചെയ്ത നന്മ അങ്ങോട്ട് ഓർത്താൽ ധ്യാനത്തിങ്കിൽ അങ്ങോട്ട് തീ കത്തി കഴിയുമ്പം നാവിടത്ത് സംസാരിക്കാതെ ഇരിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്ന് ഞാൻ കൊടുക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം അവിടെ എന്നിട്ടാണ് പറയുന്നത് 21-ാം വാക്യം. നീ എനിക്ക് ഉത്തരം അരുളി എന്റെ രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. 22-ാം വാക്യം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും. ഞാൻ ഇതുപോലെ ബഹളം വയ്ക്കുന്നതിന്റെ കാരണം എന്നറിയാം. തള്ളിക്കളഞ്ഞ സ്ഥാനത്താ പിടിച്ച് മൂലക്കല്ലാക്കിയത് നമ്മളെ. എല്ലാവരും തള്ളിക്കളഞ്ഞു. വീട്ടുകാർ തള്ളിക്കളഞ്ഞു, നാട്ടുകാർ തള്ളിക്കളഞ്ഞു, കൂട്ടുകാർ തള്ളിക്കളഞ്ഞു. എല്ലാവരും നമ്മളെ എഴുതി തള്ളി. ഇവൻ ശരിയാകത്തില്ല, ഇവന് ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ സ്ഥാനത്ത് നിനക്ക് ഗുണം തന്ന്, മണം തന്ന്, രുചി തന്ന് നിന്നെ ഏറ്റവും നല്ലതാക്കി മാറ്റിയ ദൈവകൃപയെ ഓർക്കുമ്പോ നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ആ ഒരു കാര്യം പോകുന്നതാ വിഷയം. ദൈവത്തിന്റെ നമ്മുടെ ദൈവം ചെയ്ത കാര്യങ്ങളിൽ ആശ്ചര്യകരമായ ഒന്നും കണ്ടെത്താൻ കഴിയാം. അതൊക്കെ എത്ര വലിയ കാര്യമാണ്. പ്രൈസ് ഗോഡ്. പലപ്പോഴും സംഭവിക്കുന്നതാ. ക്യാൻസർ മാറുന്നു, അത് ഇത്ര വലിയ കാര്യമാണോ? എവിടെയൊക്കെ മാറുന്നു. പ്രൈസ് ഗോഡ്. ക്ഷീണം മാറുന്നു, ഇത്ര വലിയ കാര്യമാണ്. കടഭാരം മാറുന്നു, അത് ഇത്ര വലിയ കാര്യമാണ്. പ്രൈസ് ഗോഡ്. പിള്ളേർ പരീക്ഷയ്ക്ക് ജയിക്കുന്നു, എവിടെയൊക്കെ ജയിക്കുന്നു, ഇത് വലിയ കാര്യം വലുതാണ്. പ്രൈസ് ഗോഡ്. കല്യാണം നടക്കുന്നു, ഇത് എത്ര മഹാകാര്യമാണ്. എല്ലാവരുടെയും കല്യാണം നടക്കുന്നില്ലേ? ദൈവമക്കളെ, ദൈവപ്രവൃത്തിയിൽ ആശ്ചര്യം കാണാതെ പോകുമ്പോഴാണ് ഇതെല്ലാം വരുന്നത്. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, ഒരു കൊച്ചു പ്രവൃത്തി കാണുമ്പോൾ എൻ്റെ അപ്പൻ ചെയ്തതാണെന്ന്, എൻ്റെ അപ്പച്ചൻ ചെയ്തതാണെന്ന് കണ്ട് ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഒരു സ്തോത്രം പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. മനസ്സിലായോ? ഒരു കൊച്ചു പ്രവൃത്തി കാണുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുത്. അവർ മനുഷ്യപുത്രന്മാരിൽ അവൻ ചെയ്ത പ്രവൃത്തിയെ ചൊല്ലി അവനെ സ്തുതിക്കട്ടെ, അവന്റെ നന്മകളെ ചൊല്ലി സ്തുതിക്കട്ടെ. എന്റെയും നിന്റെയും ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ പ്രവൃത്തികളെ കാണുമ്പോൾ സ്തുതിക്കാനല്ലാതെ. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ പിതാക്കന്മാർ 106 സങ്കീർത്തനം, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് 7-ാം വാക്യം, നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയയെ ഓർക്കാതെയും കടൽക്കരയിൽ വെച്ച്, ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. നമസ്കരിച്ചവൻ മത്സരിച്ചു, നമസ്കരിക്കേണ്ടവൻ മത്സരിച്ചു. മനസ്സിലായോ? എന്താ കാരണം? അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെ, ദയയെ ഓർക്കാതെ. ഞാൻ പറയാം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം ഒരു കൊച്ചു കാര്യം ചെയ്താൽ ഉള്ളം സന്തോഷം കൊണ്ട് നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവം നമുക്കുണ്ടായാൽ എത്ര ഭാഗ്യമാണെന്നറിയാമോ? ഏതൊരു ചെറിയ വിഷയത്തിൽ പോലും എൻ്റെ ദൈവം എന്നെ സഹായിച്ചല്ലോ, ഇത് ദൈവത്തിന്റെ കരമാണ്. ഇത് ദൈവത്തിന്റെ കരമാണ്. ഇതിൽ എനിക്കൊന്നും പുകഴാനില്ലെന്നും ഇത് നാച്ചുറലായിട്ട് വന്നതല്ലെന്നും. പലപ്പോഴും പിശാചിന്റെ പരിപാടി എന്നറിയാമോ? ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ തുച്ഛീകരിക്കത്തക്കവണ്ണം നിന്നെ കൊണ്ട് സംസാരിപ്പിക്കും, നിന്നോട് സംസാരിക്കും.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം, ഈ അടുത്ത 5-6 വർഷം മുമ്പ് ദൈവത്തിന് സ്തോത്രം ഒരു തിയറി വന്നു. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ ക്രോസ് ചെയ്തത് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അരയോളം വെള്ളത്തിലാണെന്ന്. പ്രൈസ് ഗോഡ്, ആമേൻ. അത് കേട്ടപ്പോഴും ആരാണ്ടോ ഭയങ്കര സ്തോത്രം ചെയ്ത് ആരാധിച്ചു. ഞാൻ ചോദിച്ചു, അരയോളം വെള്ളത്തിൽ നീ ഇത്ര ബഹളം കിട്ടുന്നു ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടിയാണേ, പ്രൈസ് ഗോഡ്, എനിക്കതല്ല സന്തോഷം വന്നത്. ഈ അരയോളം വെള്ളത്തിൽ ഫറവോനെയും അവൻ്റെ രഥങ്ങളെയും അവൻ്റെ കുതിരകളെയും മുക്കിക്കൊന്ന ദൈവത്തിൻ്റെ ശക്തിയെ ഞാൻ ആലോചിക്കുന്നത്. ദൈവം അരയോളം വെള്ളത്തിൽ ഫറവോനെ മുക്കിക്കൊന്നെങ്കിൽ, അവൻ്റെ കുതിരയെ മുക്കിക്കൊന്നെങ്കിൽ അവൻ എത്ര ശക്തനാണ്. ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവത്തിൻ്റെ നന്മകളെ തുച്ഛീകരിക്കല്ലേ, അവൻ്റെ ബലത്തെ തുച്ഛീകരിക്കല്ലേ, അവൻ്റെ ശക്തിയെ തുച്ഛീകരിക്കല്ലേ. നിനക്ക് വേണ്ടി അവൻ ചെയ്തത് ശുദ്ധീകരിക്കല്ലേ. ഹല്ലേലൂയ. നിനക്കും എനിക്കും വേണ്ടി ദൈവം ചെയ്തതിനെ തുച്ഛീകരിക്കാതിരിക്കുമ്പോൾ കർത്താവ് എന്ത് പിന്നെയും ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു പടി കൂടെ കൂടുതലാകും, ഒരു ഡിഗ്രി കൂടെ കൂടുതലാകും. അതിനാ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെയാണെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. 27-ാം വാക്യം. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അമേരിക്കൻ ബോർഡ് ഓഫ് മിഷൻസ് അവരുടെ സീൽ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു കാള, അതിൻ്റെ ഒരു വശത്ത് ഒരു യാഗപീഠം, മറുവശത്ത് ഒരു കലപ്പ. ഇതാണ് അമേരിക്കൻ മിഷൻ്റെ സീല്. ഒരു വശത്തൊരു യാഗപീഠം, മറുവശത്ത് ഒരു കലപ്പ. എന്നിട്ട് അവരുടെ സ്ലോഗൻ എഴുതിയിരിക്കുന്നത് എന്നാന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. റെഡി ഫോർ ഐദർ, റെഡി ഫോർ ഐദർ. രണ്ടിനും ഞങ്ങൾ ഒരുക്കമാണ്. കാള പറയുകയാണ്, ഈ യാഗപീഠത്തിലോട്ട് കഷ്ണം കഷ്ണമായിട്ട് കയറിയിരുന്ന് ചാരമാകാനും ഞങ്ങൾ ഒരുക്കമാണ്. ഈ മുഖത്തിലോട്ട് തല വെച്ച് കൊടുത്ത് അവൻ വയലിൽ പണിയാനും ഞങ്ങൾ ഒരുക്കമാണ്. നീ ഇതുപോലെ ഒരുങ്ങുന്ന ഒരു തീരുമാനത്തിലേക്ക് ഈ നാളുകളിൽ നടത്തട്ടെ. അടമ ദൈവത്തിന് വേണ്ടി യാഗമായി തീരുവാൻ, ദൈവത്തിന് വേണ്ടി ചാരമായി തീരുവാൻ, യേശുവിന് വേണ്ടി യാഗമായി തീരുവാൻ, യേശുവിന് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ, ചാരമായി തീരുവാൻ ഞാൻ ഒരുക്കമാണ്. അല്ല, ജീവിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവന്റെ മുഖം ഏറ്റുകൊണ്ട് അവന് വേണ്ടി പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അധ്വാനിപ്പാൻ. നോ ചോയ്സ് ബിറ്റ്വീൻ. ഇത് രണ്ടിലൊരു ചോയ്സേ ഉള്ളൂ. ഒന്നുകിൽ അവന് വേണ്ടി യാഗമായി തീരുക, അല്ലെങ്കിൽ അവന് വേണ്ടി അവൻ വയൽ പ്രദേശത്തേക്ക് ഇറങ്ങുക. നോ ചോയ്സ്, നോ ചോയ്സ്, നോ ചോയ്സ്, നോ ചോയ്സ്, നോ ചോയ്സ്. ആമേൻ. ഈ ഒരു തീരുമാനം ഈ ദിവസങ്ങളിൽ നമ്മൾ നടത്തണം. പക്ഷേ നമ്മുടെ സ്വഭാവം, ഒറിജിനൽ സ്വഭാവം എന്തെന്നറിയാമോ? ഇതിനോടത്ര യോജിക്കുന്ന സ്വഭാവമല്ല നമുക്കുള്ളത്. നമ്മളെപ്പോഴും കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരാൻ ഇഷ്ടപ്പെടാത്തവരാണ്. നമ്മുടെ സുഖ സൗകര്യങ്ങൾ വിട്ട് വെളിയിൽ വരാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ഇന്നും കൂടുതൽ കർത്താവിനെ ആരാധിക്കുന്നത് കുറച്ചുകൂടെ സുഖം കൂട്ടാനാണ്, ഫാനൊന്ന് AC ആക്കാനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവസ്തോത്രം. വെജിറ്റബിൾ ഒന്ന് മട്ടനാക്കാനാണ്. പ്രൈസ് ഗോഡ്. മട്ടൻ ചിക്കൻ ആക്കാനാ, ചിക്കൻ ഡക്കാക്കാനാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്നെ ടർക്കി, എന്തൊക്കെ എനിക്കറിയത്തില്ല. ഇങ്ങനെ ഗ്രേഡ് കൂടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ ഇപ്പോഴും ആരാധിക്കുന്നത്. അതൊന്ന് മാറ്റി വച്ചിട്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇതെല്ലാം ദൈവം തരുമെന്ന് ഒരു സംശയവുമില്ല. അതൊന്ന് മാറ്റിവെച്ച് വേണ്ടി വന്നാൽ അവന് വേണ്ടി ചാരമായി മാറാൻ, വേണ്ടി വന്നാൽ അവന് വേണ്ടി ചാരമായി മാറാൻ, ജീവൻ അർപ്പിക്കുവാൻ, അവന് വേണ്ടി വന്നാൽ അവസരം ലഭിച്ചാൽ അതിനു വേണ്ടി എന്നെ സമർപ്പിക്കുമെന്ന് ആഗ്രഹമുള്ളവർ പ്രൈസ് ഗോഡ് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ആഗ്രഹം ഉണ്ടായാൽ മതി. നമ്മുടെ നേച്ചർ അങ്ങനെയല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എങ്ങനെയാണ് വേദശാസ്ത്രന്മാർ പറയുന്നത്? പ്രാകാരത്തിൽ അവൻ ഒരു ആടിനെ, ഒരു പശുക്കിടാവിനെ, ഒരു കാളക്കിടാവിനെ, യാഗമൃഗത്തെ പിടിച്ചുകൊണ്ടുപോയി അവൻ ഹല്ലേലൂയ കിടത്തി, കൈകാലിൽ കുച്ചിക്കെട്ടി, അതിൻ്റെ കഴുത്തറുത്ത് ചോര എടുത്ത് അവൻ അർപ്പിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, തുടർന്ന് തൊലി പഠിച്ച് അതിനെ കണ്ണമാക്കി മുറിക്കുമ്പോൾ ബാക്കി മൃഗങ്ങൾ അത് കണ്ടുകൊണ്ടിരിപ്പുണ്ട്, ഓടിക്കളയും. അങ്ങനെ ഓടിക്കളയാതിരിക്കാൻ എന്ത് പറഞ്ഞറിയാമോ? യാഗമൃഗത്തെ അതിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. കഷ്ടം വന്നാലും പ്രയാസം വന്നാലും പിടിച്ചു നിൽക്കാനുള്ള കൃപ തരണമേ. നിന്റെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോട് ഞങ്ങളെ ഒന്ന് ചേർത്ത് ബന്ധിക്കണമേ, ഞങ്ങളെ ഒന്ന് ചേർത്ത് കെട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെന്തെല്ലാം വിലക്ക് കൊണ്ടുവന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ യഹോവയെ സേവിക്കും.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ വന്നേ പറ്റൂ. ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു പരിപാടിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിന്നെ സൂക്ഷിപ്പാൻ, ഉള്ളം കയ്യിൽ സൂക്ഷിപ്പാൻ ദൈവം മതിയായവനാണ്. ദൈവത്തിന് പൗലോസ് പറഞ്ഞു, ദൈവം അറിയാതെ നമ്മുടെ തലമുടി പോലും, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ തലമുടി പോലും താഴെ വീഴത്തില്ല. ആകാശത്തിലെ പറവകളെ നോക്കും. ഒരു കുരുകിലിനേക്കാൾ വിലയുള്ളവരല്ലേ നിങ്ങൾ എന്തിനു പേടിക്കും? ദേഹത്തെ കൊന്നിട്ട് ദേഹിയെ ഒന്നും ചെയ്യാൻ കഴിയാത്ത മനുഷ്യനെ ഭയപ്പെടരുത്. ദേഹത്തെയും ദേഹിയെയും ഒന്നിച്ച് നരകത്തിൽ തള്ളിക്കളയാൻ കഴിവുള്ളവനെ തന്നെ ഭയപ്പെടുവീ. പ്രൈസ് ഗോഡ്. വീണ്ടും പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടേണ്ട, ധൈര്യപ്പെട്ടിരിക്കുക. നിങ്ങൾ ഒരുത്തിന് തലമുടിക്ക് ഒരു ദോഷം വരത്തില്ല. ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ഇന്നലെ രാത്രി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പൗലോസേ ഭയപ്പെടരുത്. ഈവൻ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ തിരമാലയ്ക്ക് നിന്നെ മുക്കിക്കളയുവാൻ കഴിയത്തില്ല. ഈ ഈശാനമൂലൻ നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നീ ഇതിനെ അതിജീവിക്കും. യേശുവിൻ്റെ നാമത്തിൽ നീ ഇതിനെ സർവൈവ് ചെയ്യും. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്, ദൈവം നിന്നെ സഹായിച്ചിട്ട് നീ അതിജീവിക്കും. ഈ തിരമാലകളെ നീ അതിജീവിക്കും. ഈ ഈശാനമൂലനെ നീ അതിജീവിക്കും. ഒരു കാര്യം ഞാൻ പ്രവചനമായി പറയാം, ഈ തിരമാല കെട്ടടങ്ങും. ഈ ഈശാനമൂലൻ നിർവീര്യമാകും. ഞാനും നീയും അതിജീവിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അതുകൊണ്ട് 2015 ദൈവം തരുന്ന അവസ്ഥയ്ക്കൊത്ത് ഒന്നുകിൽ മുഖത്തിന്റെ കീഴെ അല്ലെങ്കിൽ യാഗപീഠത്തിൽ തയ്യാറാണ്. എന്നിട്ട് എന്തിനെന്നറിയാമോ? പ്രവർത്തിക്കണം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. യേശുവിന് വേണ്ടി പ്രവർത്തിക്കണം. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം കയറുകൊണ്ട് കെട്ടി നിൽക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, മനുഷ്യപുത്രരെ ആശ്രയിക്കാതെ, പ്രഭുക്കന്മാർ ആശ്രയിക്കാതെ നിൽക്കുമ്പോൾ നിന്നെ കരുതുന്ന ഒരുവനുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാകും. മറ്റാരും കരുതുന്നതിനേക്കാൾ കൂടുതലായി, മറ്റാരും സഹായിക്കുന്നതിനേക്കാൾ കൂടുതലായി, മറ്റാരും നടത്തുന്നതിനെ കൂടുതലായി നിന്നെ കരുതുവാനും നിന്നെ നടത്തുവാനും ഒരുവനുണ്ട്. ഇതെല്ലാം സാധിക്കുന്നത് വെളിപ്പാട് കൊണ്ടാണ് കേട്ടോ. സ്റ്റെഫാനോസിന് മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കാൻ സാധിച്ചത് വെളിപ്പാട് കൊണ്ടാണ്. അത് കണ്ടിട്ടുള്ള അറിവ് കൊണ്ടാണ് പൗലോസിന് സാധിച്ചത്. അവൻ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്ന് അനുഭവിച്ച വേദന കണ്ട അറിവാണ് അപ്പോസ്തലന്മാരെ രക്തസാക്ഷിത്വത്തിലേക്ക് സന്തോഷത്തോടെ നടത്തിയത്. നോളജ്, അത് യഥാർത്ഥമായ വചനത്താലുള്ള അറിവായി ദിവസങ്ങൾ മാറണം. അതിന് നമ്മളെ സമർപ്പിക്കാം. ദുരുപദേശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അലയടിച്ചുയരുമ്പോൾ, പ്രൈസ് ഗോഡ്, സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ വിളിക്കപ്പെട്ട നമ്മുടെ സിമ്പിൾ ഫെയ്ത്ത് അത് കുറയരുത്, അത് മാറിപ്പോകരുത്. അതിനുവേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെട്ടവരാണ്. ഒത്തിരി ഉപേക്ഷിച്ചത് എന്തിനാ? പെന്തിക്കോസ്ത് ആരാധനയ്ക്ക് വേണ്ടിയാണ് ഉപേക്ഷിച്ചത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ കത്തോലിക്ക സഭ വിട്ടത്, നിങ്ങൾ യാക്കോബ സഭ വിട്ടത്, മർത്തോമ സഭ വിട്ടത്, മറ്റു സമുദായങ്ങൾ വിട്ടത് ഒരൊറ്റ കാര്യത്തിനാണ്. പെന്തിക്കോസ്തിൽ ചേർന്ന് പെന്തിക്കോസ്തിലെ ദൈവത്തെ ആരാധിക്കാനാണ്. പെന്തിക്കോസ്തിലെ ദൈവം എന്ന് ഞാൻ പറയുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തെറ്റിദ്ധരിക്കല്ലേ. അമ്മൻ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആകാശത്തിലേക്ക് എടുക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ പരിശുദ്ധാത്മാവിനാൽ അവൻ ഹല്ലേലൂയ നിയോഗം പ്രാപിച്ചവരാണ് നമ്മൾ. പെന്തക്കോസ്ത് നാളിൽ ലഭിച്ച ആ ആത്മാവിനാൽ ആരാധിക്കുന്നവരാണ് ബെന്തിക്കോസ്തുകാർ. പരിശുദ്ധാത്മാവിനാൽ ആരാധിക്കുന്നവരാണ് ബെന്തിക്കോസ്തുകാർ. ആമേൻ. അതൊരു ഇസമല്ല, അതൊരു മതമല്ല, അതൊരു റിലിജിയൻ അല്ല, അതൊരു മാർഗമാണ്. ആ മാർഗത്തിൽ നമ്മളെ ദൈവം എത്തിച്ചു. ഇനി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടത്തിൽ നാമും നമ്മുടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. എന്ത് വില കൊടുത്തും ആരാധിക്കണം. അങ്ങനെയൊരു കാലയളവിലേക്ക് നാം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രൈസ് ഗോഡ്, നമ്മൾ ദൈവത്തെ കൂടുതലൂടെ അടുത്ത് ചെല്ലാം. ഒരു കാര്യം ഞാൻ പറയാം, ഇതുകൊണ്ട് നിൻ്റെ കുടുംബത്തിനും നിൻ്റെ തലമുറയ്ക്കും അനുഗ്രഹമല്ലാതെ, പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ വചനപ്രകാരം ആമേൻ ഇവിടെ വച്ചും വരുവാനുള്ള ലോകത്തിലൊരു നിത്യതയും ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ല, ഇവിടെ കിട്ടിയില്ലെങ്കിലും പലിശ അവിടെ പലിശ അടക്കം കിട്ടിയിരിക്കും. ഇത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. അതുകൊണ്ട് നമുക്ക് മനുഷ്യപ്പിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കാം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കി ദൈവം മാറ്റുവാൻ ഇടയാകട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ഞാൻ ഇവിടെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. 2-3 കാര്യങ്ങൾ പ്രത്യേകം ഓർപ്പിക്കാം. 31-ാം തീയതി നമ്മുടെ ആണ്ട്രതി